അസ്സലാമു അലൈക്കും. തടവറക്കാലം, ഒരു UAPA തടവുകാരൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ 17 വർഷങ്ങൾ എന്ന ഒരു പുസ്തകം ഈയിടെ പ്രതീക്ഷ ബുക്സ് പുറത്തിറക്കി. ആ പുസ്തകം പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിതെളിയിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ ഓതർ നമുക്ക് വളരെ സുപരിചിതനായിട്ടുള്ള റാസിഖ് റഹീം സാഹിബാണ്. രണ്ട് രീതിയിലാണ് ആ പുസ്തകം ഞാൻ വായിച്ചത്. ഒന്ന്, ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ പുസ്തകം വായിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ഇമോഷൻസ് നമ്മളിലുണ്ടാക്കും. ഒരേ സമയം നമ്മളെ കണ്ണ് നിറയുകയും കരയുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും അത് ആസ്വദിക്കുകയും നമ്മളെ പല രീതിയിൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വർക്കാണ്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു പ്രസക്തിയാണ്. പ്രിസൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ജയിൽ സാഹിത്യങ്ങളുടെ ഒരു ജോണറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രത്തിൽ ഈ ഒരു പുസ്തകത്തിനുള്ള ഒരു പ്രസക്തി നമുക്ക് പലപ്പോഴും അറിയാവുന്ന പോലെ ഒരു സമയത്ത് നമ്മളുടെ സാഹിത്യരംഗത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു ജോണറാണ് ജയിൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ. കൊളോണിയൽ കാലത്തുള്ള ഗാന്ധിജീൻ്റെയും നെഹ്റുവിൻ്റെയും ഒക്കെ ആ ഒരു എഴുത്തുകൾ, പിന്നീട് സ്വാതന്ത്ര്യാനന്തരം പല രീതിയിൽ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് എഴുതിയ ആളുകൾ, ജയപ്രകാശ് നാരായണൻ്റെ എഴുത്തുകൾ, അങ്ങനെ പലതരത്തിലുള്ള മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള പലതരത്തിലുള്ള ജയിലനുഭവങ്ങളുടെ എഴുത്തുകൾ പല കാലത്തും പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രധാനമായിട്ടുള്ളൊരു ആബ്സെൻസ് അല്ലെങ്കിൽ ആളുകൾ അതിൻ്റെ ഒരു എണ്ണം കുറഞ്ഞ ഒരു മേഖല എന്ന് പറയുന്നത് മുസ്ലിം തടവുകാരുടെ കേസിലാണ്. 90കളുടെ ശേഷം അല്ലെങ്കിൽ 2000കളുടെ ശേഷമൊക്കെ ഭയങ്കരമായിട്ടുള്ള മുസ്ലിം തടവുകാർ ജയിലിൽ നിന്ന് അറിയുമ്പോഴും അവരുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. വളരെ ചുരുക്കം ചില എഴുത്തുകൾ മാത്രമാണ് അത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിന് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ, സാമുദായിക പ്രസക്തി തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അർത്ഥത്തിലാണ് ഈ രണ്ട് രീതിയിലാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയത്. പുസ്തകത്തിലേക്ക് വന്ന അവർ എഴുതാനുണ്ടായ ഒരു സാഹചര്യം ഇതിൽ തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ തോന്നും. 2019 മാർച്ചിലാണ് ഞാൻ ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. അതായത് 2015 ശിക്ഷിക്കപ്പെടുന്നത് ആനക്കുളം കേസിൽ. 3.5 വർഷം ജയിൽ, അതിനുശേഷം പുറത്തു വന്നു. ഈ പുറത്തു വന്ന കാലം മുതൽ തന്നെ ഇങ്ങനെ ഒരു പുസ്തകം ജയിൽ എക്സ്പീരിയൻസ് എഴുതണമെന്ന് പല ഭാഗത്തും ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്ന പ്രൊഫസർ പി കോയ, അദ്ദേഹം അന്ന് തന്നെ അത് എഴുതണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഈ കേസിനോടൊപ്പം ഉണ്ടായിരുന്ന AM നദ്വി, ഇങ്ങനെ പല നമ്മളുമായിട്ട് അടുപ്പമുള്ള ആളുകൾ ഇങ്ങനെ ഒരു എഴുത്ത്, ഒരു മുസ്ലിം അനുഭവം വരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇത് എഴുതപ്പെടേണ്ടതാണെന്ന് എനിക്ക് അത്ര തോന്നിയിരുന്നില്ല. മാത്രമല്ല, ഇതൊരു വ്യക്തി കേന്ദ്രീകൃതമായി പോകുന്നൊരു ഭയം ഈ എഴുത്തിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് എഴുതാനിടയായ ഒരു പെട്ടെന്നുണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ CA/NRC പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായി നിൽക്കുന്ന സമയത്ത്, അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് കോവിഡ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ സമരങ്ങളൊക്കെ നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റുകൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ തന്നെ മലയാളികളായ വിദ്യാർത്ഥിനികളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത് ഈ സമരത്തിൻ്റെ. അങ്ങനെ ഒരിക്കൽ ഈ CA സമരത്തിൻ്റെയൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന ലതീത ഫർസാന ഒരു ദിവസം എന്നെ ഫോൺ ചെയ്യാണ്. ഇപ്പോൾ പലരെയും അറസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ മിക്കവാറും അവർ അറസ്റ്റ് ചെയ്യപ്പെടാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ജയിലിലെത്തിയാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് ഈ ഫോൺ കോൾ വരുന്നത്. ശരിക്കും അന്നാണ് ഇത് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഒരു കൈപ്പുസ്തകം, ജയിലിൽ പോകുന്ന ആളുകൾക്ക് ഒരു കൈപ്പുസ്തകം ആവശ്യമാണെന്നൊരു ബോധ്യം എനിക്ക് വരുന്ന അന്നാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെയും കുറേ സമയം എടുത്തിട്ടാണ് എഴുതി തീർന്നെങ്കിൽ പോലും അതായിരുന്നു അതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് കോസ്, ഈ പുസ്തകത്തിൻ്റെ എഴുത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം. ഈ ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതായത് വ്യത്യസ്തമായ മൂന്ന് തരം എക്സ്പീരിയൻസുകളുണ്ട്. 3 തരം ലോകം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന്, ഈ തടവുകാരുടെ തന്നെ ഒരു ലോകമാണ്. ജയിലിൻ്റെ ഉള്ളിൽ റാസിക്ക ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ബാക്കിയുള്ള പ്രിസണേഴ്സുമായിട്ട് ചേർന്നിട്ട്, അല്ലെങ്കിൽ മുസ്ലിം എന്ന അർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. പിന്നൊന്ന്, ഇവരും കുടുംബവുമായിട്ടുള്ള നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന ഒരുപാട് അങ്ങനത്തെ ഒരു ലോകവും. പിന്നൊന്ന്, ഇവരും അള്ളാഹുവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു സംഗതിയാണ്. ഈ ഒരു വിഷയത്തിൽ സാധിക്കാത്ത ഒരു പക്ഷേ ഫാമിലികളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് കുറേ സംസാരിക്കാനുണ്ടാവും ഈ ഒരു മേഖലയിൽ ഇടപെടുന്ന ആളെന്നുള്ള അർത്ഥത്തിൽ. റാസിഖ് സാഹിബിൻ്റെ പുസ്തകം എനിക്ക് തോന്നുന്നത് അത് വായിച്ചപ്പോൾ എന്നെ
എൻ്റെ മനസ്സിലേക്ക് തോന്നിയൊരു കാര്യം സാഹിബ് വളരെ വൈകാരികമായിട്ട് ആ പുസ്തകത്തെ പറയുന്ന കാര്യമുണ്ട്. ഏറ്റവും പ്രയാസമുണ്ടാകുന്ന ജയിലിൽ ഏറ്റവും പ്രയാസമുണ്ടാകുന്ന സന്ദർഭം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാരെങ്കിലും മരിച്ചാൽ ഇത് അവരെ ബോധ്യപ്പെടുത്താനും അത്തരമൊരു വിഷയത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം മേഖലയിൽ ഇത്തരം ആളുകളുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടായൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹം പലപ്പോഴും തടവുകാർ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാൾക്കുനാൾ അത്തരം പേരുകളുടെ വലിയ പട്ടിക നിരന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആലോചനകളിലും തടവുകാർക്കൊപ്പം തന്നെ ആലോചിക്കുകയും ചർച്ചയിൽ വരേണ്ട ഒരു വിഭാഗമാണ് അവരുടെ കുടുംബം. നമ്മൾ ഈ വിഷയം ബാംഗ്ലൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് മാദനിയുടെ രണ്ടാമത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാദനി ജസ്റ്റിസ് ഫോർ മാദനി എന്ന സംഘടനയുമായി വന്ന് ചേർന്നുകൊണ്ട് സോൾഡാറ്റ് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത്. അപ്പോഴാണൊരു വലിയ ഈ ബോംബ് സ്ഫോടനങ്ങളുടെ അറസ്റ്റുകളുടെ ഒരു കാലം. അപ്പം അന്ന് അങ്ങനെ മാദനിയെ കാണാൻ വേണ്ടി ഏകദേശം ഏതാനും വർഷം അത് മാദനിയുടെ രണ്ടാമത്തെ അറസ്റ്റ് നടന്ന ഉടനെ നമ്മൾ സോൾഡാറ്റ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ചേർത്തുകൊണ്ട് ബഹുമാന്യനെ സെബാസ്റ്റ്യൻ പോലുള്ള ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് ഫോർ മാദനി അതിലൊരു കാര്യമായ പങ്ക് സോൾഡാറ്റിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജയിലിൽ പോയപ്പോഴാണ് ഞങ്ങൾ പലരെയും പരിചയപ്പെടുന്നു. ഒന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി ഉരുട്ടി വന്ന സക്കരിയെ അറിയുന്നു. അങ്ങനെ പലരെയും പരിചയപ്പെടുന്നു. പിന്നീട് ആ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കാലത്ത് കേരളം വളരെ സുരക്ഷിതമാണ്, കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, ഉത്തരേന്ത്യയിലെ വിവരമില്ലാത്ത കുട്ടികൾ എന്തൊക്കെയോ കളിച്ചു കൂട്ടിയിട്ട് അവർ അറസ്റ്റ് ചെയ്യണം എന്നൊരു പ്രതീതിയായിരുന്നു കേരളത്തിൻ്റെ ഒരു പൊതുബോധം. കേരളം നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെയൊക്കെ പിന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം സുരക്ഷിതമായിരുന്നു എന്ന പൊതുബോധത്തിലായിരുന്നു എല്ലാവരും. യഥാർത്ഥത്തിൽ മാദനിയുടെ രണ്ടാമത്തെ അറസ്റ്റാണ് സോളിഡാരിറ്റിയെ ആ മേഖലയിലേക്ക് എടുത്തെറിയുന്നത്. അങ്ങനെ അവിടെ കണ്ട ആളുകളെ അവരുടെ കുടുംബങ്ങളെ അന്വേഷിച്ച് പോകുമ്പോഴാണ് തിരിയുന്നത് പലപ്പോഴും അറസ്റ്റിന് ശേഷം വളരെ ഒറ്റപ്പെടലുകൾ, കുടുംബക്കാർ പോലും വരാത്ത. കാരണം അന്നൊരു ഒരു പൊതുബോധമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട തീവ്രവാദി, പിന്നീട് അവൻ്റെ വീടിൻ്റെ പേര് തീവ്രവാദിയുടെ വീട്, അവൻ്റെ വാപ്പ തീവ്രവാദിയുടെ വാപ്പ, അവൻ്റെ വഴി തീവ്രവാദി വീട്ടിലേക്ക് പോകുന്ന വഴി എന്നൊരു പൊതുബോധം കേരളീയ സമൂഹത്തിലുണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു അത്തരം കേസുകളിൽപ്പെട്ട ആളുകളുടെ വീട് അന്വേഷിച്ചും അവരുടെ കുടുംബങ്ങളെ അന്വേഷിച്ചും പോയപ്പോഴാണ് തിരിഞ്ഞത് അവർ ഒരുപക്ഷെ ജയിലിൽ കഴിയുന്ന ആളുകളെക്കാൾ മറ്റൊരു ജയിലിലാണവർ. കുടുംബങ്ങൾ കല്യാണത്തിന് വിളിക്കുന്നില്ല, കുടുംബക്കാർ വരുന്നില്ല, എവിടെയും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഇങ്ങനെ മക്കൾ ഒരു ജയിലിലാണെങ്കിൽ സമാനമായ ഒരു ജയിലനുഭവമാണ് ഇവിടെ കുടുംബക്കാർക്കും അനുഭവിക്കാൻ കഴിയുന്നത്. സക്കരിയ മുതൽ അങ്ങോട്ട് നമുക്ക് ഓരോ ചരിത്രം പറയുമ്പോൾ നമുക്കിങ്ങനെ ബോധ്യപ്പെടും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ചർച്ച ആ മേഖലയിലേക്ക്, ജയിലിൽ കഴിയുന്ന കുടുംബങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് വരണം എന്ന ഒരു ഗൗരവപ്പെട്ട ഒരു സൂചന ആ പുസ്തകത്തിലുണ്ട്. അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നേരത്തെ കുറച്ചും കൂടി സജീവമായി നമ്മൾ പോകണം എന്നൊക്കെയാണ് തോന്നിയത്. ഏറ്റവും എനിക്ക് റാസിഖ് സാഹിബിനെ അറിയാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരപ്പന അഗ്രഹാര ജയിലിൽ പോയിരുന്നു. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി അവരെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. റാസിഖ് സാഹിബിനെ പോലത്തെ കുറേ ആളുകൾ വന്നിരുന്നു. അപ്പോഴവർ കേട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ ഒരുപക്ഷെ റാസിഖ് സാഹിബിനെ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഈ ജയിലിൽ കഴിയുന്ന കാലത്ത് തന്നെ ഇത്തരം അനുഭവങ്ങൾ, അതായത് ഇപ്പോൾ ഒരു നോമ്പ് കാലത്ത്, ജയിലിലെ ഒരു നോമ്പ് സമയത്ത് നമുക്കെല്ലാവർക്കും കൂടെ വേണ്ടി നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക റൂമും സ്പെഷ്യൽ ഫുഡും ഒക്കെ സൂപ്രണ്ടിൽ നിന്ന് അനുവദിച്ച് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ നോമ്പിൽ മുസ്ലിങ്ങളായ തടവുകാരെ ക്ഷണിക്കാൻ ചെല്ലുന്നുണ്ട് നിങ്ങൾ റൂമിലേക്ക് വരാൻ. അപ്പോൾ ഒരാൾ പറഞ്ഞത് എനിക്ക് വരാൻ കഴിയില്ല, കാരണം വെച്ചാൽ നമ്മളിവിടെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അവർ നോമ്പ് നോൽക്കുന്നത് വളരെ ദരിദ്രമായ ചുറ്റുപാടിലാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരെ മക്കളെയും കുടുംബത്തെയൊക്കെയാണ്. അതുകൊണ്ട് ജയിലിൽ കിട്ടുന്ന റേഷൻ വെച്ച് ഞാൻ നോമ്പ് നോറ്റാണെന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര സ്ട്രൈക്കിങ് ആയി. കാരണം നമ്മുടെ ഇന്ന് വീടുകളിൽ അങ്ങനത്തെ ഒരു ചുറ്റുപാടില്ല. പക്ഷെ അങ്ങനെ കഴിയുന്ന കുറേ മനുഷ്യന്മാർ ഈ ജയിലിലുണ്ടെന്നുള്ളത് നമുക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഈ പെരുന്നാൾ ദിവസങ്ങളിലും ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവും ജയിലിനകത്ത്. അതായത് ഈ കുത്തുബൊക്കെ തുടങ്ങുമ്പോൾ പള്ളിക്ക് കയറി സഫിലിരിക്കാതെ ചില മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞത്, ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ വീട്ടുകാരെ കുറിച്ച് ഓർമ്മ വരും.
എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ ഒരു പക്ഷേ ആ ടെൻഷൻ വരികയില്ല. പക്ഷെ ഇരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീട്ടുകാരെ കുറിച്ച് ഓർമ്മ വരും. അപ്പോൾ ഈ ഓർമ്മകൾ വല്ലാതെ ഒരു വിഷമം ജയിലിൻ്റെ അകത്താണെങ്കിൽ പോലും ഒരു സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ പരപ്പന അഗ്രഹാരയിൽ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഏഹ്, അതിൽ കഴിയുന്ന അധികം ആളുകളുടെയും വീട്ടിൽ നിന്ന് ആരെങ്കിലും അവിടെ വന്നിട്ട് 3 വർഷം, 3.5 വർഷം, 2 വർഷത്തിനൊക്കെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ അവർ വരാത്തത്? മക്കളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഒരു യാത്രയ്ക്ക് വേണ്ട ചിലവെന്ന് പറയുന്നത് 7,000-8,000 രൂപ മുടക്കിയാലാണെന്ന് ബാംഗ്ലൂർ വരെ ഇവർക്ക് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ കഴിയുക. പലപ്പോഴും കാരണം കുടുംബത്തിനെ നയിച്ച് കൊണ്ടുപോകേണ്ട ആളുകളാണ് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഒരാളെ കാണാൻ പോകാൻ പോലും സാധിക്കാത്തത്ര ഒരവസ്ഥയാണ് ഈ ജയിലിലേക്കുള്ള പോക്ക് പോലും ഉള്ളത്. ഇപ്പോൾ വേറൊരു അനുഭവം പറഞ്ഞാൽ, ഇപ്പം ഭോപ്പാൽ ജയിലിലാണ് ഷിബിലിയും ഷാദിലിയും അൻസാറും കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷിബിലിയെ കാണാൻ വേണ്ടി വീട്ടുകാർ കഴിഞ്ഞ പലതവണ പോയിട്ടും ഷിബിലിയെ കാണാൻ അനുവദിച്ചില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് ഭോപ്പാൽ വരെ 2.5 ദിവസം യാത്ര ചെയ്ത് അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ കാണാൻ അനുവദിക്കുന്ന ടൈം 20 മിനിറ്റാണ്. അവിടെ പോകുമ്പോഴാണ് അറിയുന്നത് ഇയാളെ ഇന്ന് കാണാൻ അനുവദിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2-2.5 വർഷമായി ആ വീട്ടുകാർ ഇങ്ങനൊരു മകനെ ജയിലിൽ കണ്ടിട്ട്. അപ്പം ഇങ്ങനെ അനുഭവം പുറത്ത് വീട്ടുകാരുടെ അനുഭവവും അകത്ത് കഴിയുന്ന അനുഭവവും ഒക്കെ തന്നെ ഭയങ്കര നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാത്തത്ര വലിയ സങ്കടകരമായ അനുഭവങ്ങൾ ഈ ജയിലിൽ കഴിയുന്ന ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ്. ഇതൊരു ഭയങ്കര കോമൺ സംഭവം തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ഭയങ്കര ഡിസ്റ്റൻസിലാണ് ജയിലിൽ അധികം ആളുകളുണ്ടാവും. അത് കേസ് അഹമ്മദാബാദിൽ, അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ, കൊണ്ടുപോയി ഇടുന്നത് ഇൻഡോർ ജയിലിൽ. ഇങ്ങനെയുള്ള കേസുകൾ ഭയങ്കര, ഇപ്പോൾ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾ പോലും ബാംഗ്ലൂർ ജയിലിൽ അവിടെ ഇങ്ങനെ സ്വന്തം നാട്ടിലല്ലാതെ ആണല്ലോ അധികം ആളുകളും ജയിലിൽ കിടക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ. അതിന് എനിക്ക് തോന്നുന്നത് അതിന് കാരണങ്ങൾ, ഇപ്പം ബാംഗ്ലൂർ കഴിയുന്ന ആളുകൾക്ക് ബാംഗ്ലൂർ കേസുമായിട്ട് ബന്ധമുണ്ട്. ഇതിൽ ചില ആളുകൾ വളരെ കോമഡിയാണ്. കേരളത്തിലെ പൊതുസമൂഹം നന്നായി ചർച്ച ചെയ്യുന്ന സാധനമാണ്. ചില ആളുകൾ ഏതോ കേസിൽ ജയിലിൽ കഴിയുമ്പോഴാണ് വേറെ കേസ് പ്രതിയാകുക. ഇപ്പോൾ സക്കരിയ ചിന്നപ്പട്ടണ സ്ഫോടന കേസിലും കൂടി പ്രതിയാണ്. 19 വയസ്സിൽ പിടിച്ചുകൊണ്ടുപോയി ബാംഗ്ലൂർ കേസിൽ പ്രതിയാക്കിയ സക്കരിയ വേറെ കേസിൽ പ്രതിയാണ്. അഹമ്മദാബാദ് കേസിലെ പ്രതിയായ ഷർഫു അല്ലേ, ശേഷമല്ലേ ബാംഗ്ലൂർ? അല്ല, അതായത് അത് എനിക്ക് തോന്നുന്നത് ഷാദിലയുടെയും ഷിബിലിയുടെയും അൻസാറിൻ്റെയും കേസിൽ നിന്ന് പോകുന്ന എളുപ്പം തോന്നുന്നു. കാരണം ഇൻഡോറിൽ ഷിബിലിയെ കാണാൻ ചെല്ലുന്നതാണ്. ഷിബിലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സഹോദരനായ ഷാദിലി സുഹൃത്തുമായിട്ട് ഇൻഡോറിലെത്തുന്നു. അപ്പോൾ അവിടെ വ്യാപകമായ വേട്ടകൾ നടക്കുന്നൊരു സമയത്ത് ഇവരും ഉൾപ്പെടെ പിടിയിലാവുന്നു. ഈ ഇൻഡോർ കേസിൽ ജയിലിൽ കഴിഞ്ഞ് അവരൊരു ഇതുപോലൊരു മാർച്ച് 16-നാണ് അവർ അറസ്റ്റിലാവുന്നത്. ജൂലൈയിലാണ് അഹമ്മദാബാദ് സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് തൊട്ട് ജൂലൈ വരെയുള്ള കാലയളവിൽ ഇവർ ജയിലിനകത്ത് കിടക്കുമ്പോഴാണ് അഹമ്മദാബാദിൽ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ അന്ന് അഹമ്മദാബാദിൽ അവർക്ക് മതിയായ പ്രതികളെ കിട്ടാതെയായപ്പോൾ അവർ ചെയ്ത ഒരു പണി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ആളുകളെ ഇതിലേക്ക് കോൺസ്പിറസി ചുമത്തിയിട്ട് എന്ത് ചെയ്ത് ഈ ആളുകളെ പ്രതിയാക്കുന്നു. അങ്ങനെ ആദ്യം ഷിബിലിയാണ്, മുമ്പ് സിമി പ്രവർത്തനം എന്നുള്ളവർക്ക് ഷിബിലി അറസ്റ്റിലാവുന്നു. അപ്പോൾ ഷിബിലി അറസ്റ്റിലാവുമ്പോൾ ഉള്ള തമാശ എന്ന് പറയുന്നത്, ഷിബിലി ആ സമയത്ത് ബോംബെ ATSൻ്റെ കസ്റ്റഡിയിലാണ്. അന്ന് ഹേമന്ത് കാർക്കരയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഹേമന്ത് കാർക്കരെ എന്ത് ചെയ്യുന്നുണ്ട്, ഷിബിലിയെ നുണപരിശോധനയ്ക്കടക്കം വിധേയമാക്കുന്നുണ്ട് വേറൊരു കേസിൽ. അപ്പോൾ ഷിബിലി അതിൽ കക്ഷിയല്ല എന്ന് കണ്ടിട്ടാണ് കാർക്കരെ ആ കേസിൽ നിന്ന് ഷിബിലി ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ഈ സെയിം ടൈമിൽ നടക്കുന്ന അഹമ്മദാബാദ് ബ്ലാസ്റ്റിനെ കുറിച്ച് ഷിബിലി അവിടെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നാർക്കോയിൽ വരണമല്ലോ. ഈ വരാത്ത ഷിബിലിയെ തിരിച്ച് ഇൻഡോറിലേക്ക് അയക്കുമ്പോഴാണ് അഹമ്മദാബാദ് പോലീസ് വന്നിട്ട് ഷിബിലിയെ കൊണ്ടുവന്നത്. ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ഷാദിലെയും അൻസാറിനെയൊക്കെ അഹമ്മദാബാദ് ബ്ലാസ്റ്റിൽ പ്രതിയാക്കുന്നത്. ഇവരാണെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഹമ്മദാബാദിലേക്ക് പോകുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ. അവർക്ക് അതിൽപ്പെട്ടപ്പോൾ ഷാദിലിക്കും ഷിബിലിക്കും വധശിക്ഷയാണ്. അതായത് ആദ്യമായി പോലീസ് പിടിച്ചുകൊണ്ടുപോയി അഹമ്മദാബാദിലെത്തുന്ന ഷാദിലിക്ക് അവിടെ വധശിക്ഷയാണ് കിട്ടിയത്. സെയിം അവസ്ഥയാണ് ഷറഫുദ്ദീൻ്റെ. വാപ്പ സൈനുദ്ദീനെ പോലീസ് വേറൊരു കേസിൽ പിടിച്ചുകൊണ്ട് പോകുന്നു, ബാംഗ്ലൂർ കേസിൽ. ഈ കേസ് ബാംഗ്ലൂർ കേസിലല്ലോ, പൈപ്പിലല്ല, ബാംഗ്ലൂരിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വാപ്പയുടെ കേസിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഷറഫുദ്ദീനെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ വിളിച്ചുകൊണ്ട് പോകുന്ന ഷറഫുദ്ദീനെ പോലീസ് എന്ത് ചെയ്യുന്നു, ബാംഗ്ലൂർ കേസിൽ പ്രതിയാക്കുന്നു. ഈ സമയത്ത് ഇവരകത്ത് കിടക്കുമ്പോഴാണ് ഈ പറയുന്ന അഹമ്മദാബാദ് ബ്ലാസ്റ്റ് നടക്കുന്നത്. അതിലേക്കും കണക്ട് ചെയ്യുന്നു. ഇപ്പം ഷറഫുദ്ദീനും കിട്ടിയിട്ടുണ്ട് വധശിക്ഷ. ഈ കേസിലെ വധശിക്ഷ പ്രതിയാണ് ഷറഫുദ്ദീൻ. ഇങ്ങനെ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും അടുത്ത കേസിൽ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും അവർ ചെയ്യുന്നുണ്ട്.
ഇതിനേക്കാളൊക്കെ ഭയങ്കര വിചിത്രമായ കേസുകളുണ്ട്. ഇപ്പോൾ ജലീൽ എന്ന് പറയുന്ന ഒരാൾ ബാംഗ്ലൂർ ബ്ലാസ്റ്റിനകത്തുണ്ട്. ഈ ജലീൽ ഖാൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം പഴയ NDF പ്രവർത്തന. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ നസീർ, നമ്മൾ കേരളത്തിലൊക്കെ വലിയ പിന്നെ ബുദ്ധിജീവി, ഇവരുടെയൊക്കെ തീവ്രവാദത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നൊക്കെ പറയുന്ന തടീൻ്റെ ഇവിടെ നസീർ പുതിയാപ്പിള ആ വീട്ടിൽ പുതിയാപ്പിള. അപ്പോൾ കാശ്മീരിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു. കാശ്മീർ എന്ന് പറഞ്ഞു കാശ്മീരിൽ നിന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുന്നു. ഈ കാശ്മീരിൽ നിന്ന് ഫോൺ ചെയ്യുന്ന പറഞ്ഞാൽ അയാളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് ഏറ്റവും അടുത്ത പിന്നെ ബന്ധുവിനെ ഫോൺ ചെയ്യുന്നു. ഈ ബന്ധുവിനെ ഫോൺ ചെയ്തതിൻ്റെ പേരിലാണ് പോലീസ് എന്ത് ചെയ്യുന്നത്, ഈ ജലീൽ എന്ന് പറയുന്ന മനുഷ്യനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്. നസീറിൻ്റെ കോള് വന്ന വീടെന്നുള്ളത്. അപ്പോൾ ലാൻഡ് ഫോണിലേക്കാണ് കോള് വരുന്നത്. അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. കേരള പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഇവിടെ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിൽ ഈ മനുഷ്യനെ ഒന്നാം പ്രതിയാക്കുന്നു. ഇയാൾക്ക് എന്താണ് സംഭവം പോലും അറിയാൻ പറ്റില്ല. ഈ ഒന്നാം പ്രതിയാക്കി കുറഞ്ഞ ദിവസം കൊണ്ട് അയാൾക്ക് ബെയിലും കിട്ടി. ബെയിൽ കിട്ടി ഇയാൾ പുറത്തു വരുമെന്ന് കണ്ട സമയത്താണ് എന്ത് ചെയ്തത്, ബാംഗ്ലൂർ ബ്ലാസ്റ്റിലേക്ക് കർണാടക പോലീസ് വന്ന് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ജലീൽ എന്ന് പറയുന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ട് കർണാടകയിലെ മുതിർന്ന പോലീസ് ഓഫീസർ ഇയാളോട് ചോദിക്കുന്നുണ്ട്, താൻ എന്തൊരു മണ്ടത്തരം കാണിച്ച് ഇങ്ങനെയുള്ള കേസിലൊക്കെ പെട്ടാൽ ഇത്രയും പെട്ടെന്ന് ജാമ്യത്തിന് മൂവ് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റിന് പോലും ഇതിൻ്റെ ഒരു അവസ്ഥ അറിയാമെന്നുള്ളതാണ്. പിന്നെ ബാംഗ്ലൂർ കേസിൽ നമ്മൾ അന്വേഷിച്ചാൽ മുഴുവൻ മനുഷ്യന്മാരും 17 വർഷമായി ജലീൽക്കാക്ക് എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ ചോദിച്ചു, ഞാൻ എന്താ ചെയ്തതെന്ന് ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സമാധാനമാകുമായിരുന്നു. ഞാൻ ഒരു തവണ അതിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ജലീൽ ഖാൻ ഒന്ന് കാണാതെ രാത്രി പാട്ട് പാടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഈ മാനസികമായൊരു അസ്വസ്ഥതയിലാണ്. അപ്പോൾ ഞാൻ ജലീൽ ഖാനോട് വെറുതെ ചോദിച്ചു, എന്താ ജലീൽ ഖാൻ ചെയ്ത്? അപ്പോൾ ഒറ്റ കരച്ചിൽ. ഞാനെന്താ ചെയ്ത്? കാരണം അങ്ങനെ മനുഷ്യന്മാരുണ്ടാവില്ലേ, ഈ കൈ വായിൽ വെച്ചാൽ കടിക്കാൻ അറിയാത്ത ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇപ്പം അതിൻ്റെ സാധാരണ കാണണം. അത് ഇപ്പോഴും ഞങ്ങൾക്കൊന്ന് കഴിഞ്ഞിട്ട് കുറേയൊക്കെ 10 വർഷമായി. ഇപ്പോഴും അദ്ദേഹം അവസാനം ചോദിച്ചു, ഞാനെന്തിനാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളിന്നലെ ഒരാളെ കണ്ടു അവിടെ പോയപ്പോൾ, ഫൈസൽ എന്ന് പറഞ്ഞിട്ട്, ഏകദേശം 18-19 കൊല്ലമായിട്ടുണ്ടാവും. ഓന് രാത്രി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കണം. അന്നേ പുറത്തെ സൈക്കാട്രി കഴിക്കണം. ഗുളിക ഒരു ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ അവന് വയലൻ്റ് ആവും. ഓനിക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതേപോലത്തെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അവൻ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ പോലീസ് ആദ്യം പിടിച്ചപ്പോൾ തന്നെ അവന് എന്തോ കഴിയും, അവനങ്ങനെ പ്രതീക്ഷിക്കാത്ത മനുഷ്യനാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് മനുഷ്യർ അവിടെ ഉണ്ട് എന്നതിനേക്കാൾ അപ്പുറം ഞാൻ നേരത്തെ ചർച്ചയിൽ തുറന്നു വന്നതാണ്. ഇതവർ അനുഭവിക്കുമ്പോൾ തന്നെ ഇവരുടെ എന്താ പറഞ്ഞല്ലോ, 3 വർഷമായി 4 വർഷം കോവിഡിന് ശേഷം മിക്കവാറും ആരും പോക്കില്ല. ജയിലിൽ പോക്ക് അത്ര സുഖമുള്ള പണിയല്ലല്ലോ. ഇവിടുന്ന് കുടുംബക്കാർ ബാംഗ്ലൂരേക്ക് എത്തിപ്പെടാഞ്ഞാൽ എല്ലാം അത്യാവശ്യം പിന്നെ ആരോഗ്യക്കട നമ്മളെ കാലത്ത് തന്നെ നമുക്കറിയാം. അവിടെ പോയി അവിടെ കാത്തു നിന്ന്, സീലടിക്കാൻ വേണ്ടി കാത്തു നിന്ന്, ഇൻ്റർവ്യൂവിന് കാത്തു നിന്ന്, ഇങ്ങനെ ഒരു ദിവസത്തെ വല്ലാത്ത ടെൻഷൻ പിടിച്ച ജീവിതം. ബാംഗ്ലൂർ സിറ്റി മൊത്തം അലഞ്ഞിട്ടെങ്കിലും അവിടെ എത്തണം. ഈ ഒരു ഭയങ്കരമായ അവസ്ഥ അവരെ കാണാൻ കഴിയുന്നില്ല. രണ്ടാമത്തേത് അവരുടെ അനാഥത്വം. ഒരുപക്ഷെ മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾ, ഉപ്പ എവിടെയാണ് ഇത് ചോദിക്കുമ്പോൾ, ഉപ്പ ഗൾഫിലാന്ന് പറയുന്ന മുന്നോട്ട് വന്ന കുട്ടികളുണ്ട്. ഇപ്പോഴും ഉപ്പ എവിടെയാണ് എന്ന് ആളുകളോട് പറയാൻ കഴിയുന്നില്ല. ഉപ്പാനെ മറച്ച് വെച്ചിട്ട് ജീവിക്കേണ്ടി വരുന്ന മക്കൾ. ഭർത്താവ് എവിടെയാണ്? ചില സ്ഥലത്ത് വീട് മാറിപ്പോയി, വീട് നിൽക്കാൻ കഴിയുന്നില്ല, വേറെ മാറി വാടക പോയത്. എവിടെ? ഭർത്താവ് ഗൾഫിൽ. ഗൾഫിൽ കുറേ കാലമായി. ഇങ്ങനെ ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവകളാക്കപ്പെട്ട സഹോദരിമാർ. 2-3 ഉമ്മമാരെ നമുക്കറിയാം. ഇപ്പോൾ ഷമീറിൻ്റെ ഉമ്മ ഉണ്ട്, സക്കരിയാൻ്റെ ഉമ്മ ഉണ്ട്, പല ഉമ്മമാരെയും അറിയാം. ജലീലിൻ്റെ ഉമ്മ ഉണ്ട്, മദീനയുടെ ഉമ്മ മരിച്ചുപോയി. ഈ ഉമ്മമാർ പലപ്പോഴും പോകുമ്പോൾ ചോദിക്കും, ഏറ്റവും അവസാനം 16 വർഷം തികയുന്ന സമയത്ത് സക്കരിയാൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. പോയപ്പോൾ ഉമ്മ ചോദിച്ച്, എൻ്റെ മോൻ എപ്പോഴാണ് വരിക? ഇതാണ് നിരന്തരമായി കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ മോൻ എപ്പോഴാണ് വരിക? ഇങ്ങനെ ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അള്ളാഹുവിലേക്ക് യാത്രയായ ആളുകളുണ്ട്. ഞാൻ പറയുന്നു, പലരുടെയും പ്രായാധിക്യം കൊണ്ട് ഇപ്പോഴും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആ കുടുംബം വലിയ പ്രതിസന്ധി. ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ബാധ്യതയാണ്. ഈ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും, അവരുടെ മക്കളെയും കുടുംബത്തെയും ചേർത്ത് നിർത്തുക എന്നത് വലിയൊരു ബാധ്യതയാണ്. ആ ഫൈസൽ പറഞ്ഞതുപോലെ, എൻ്റെ ഉമ്മ പ്രായാധിക്യം ഇപ്പോഴും ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ പെങ്ങൾക്കും ഉമ്മക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാനൊരു വീടില്ല.
ഇങ്ങനെ അവിടുത്തെ ഓരോരുത്തരുടെയും സങ്കടങ്ങളാണ് ഞാൻ പറയുന്നത്. ജയിലിൽ കഴിയുന്ന ആളുകളുടെ വിഷയങ്ങളുണ്ട്. ജയിലിൽ കഴിയുമ്പോൾ സമാനം അതിൻ്റെ മറ്റൊരു വേദന പേറുന്ന കുടുംബം എന്നത് വലിയൊരു ചർച്ചയാണ്. ആ പുസ്തകം അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാര്യം. ഈ ഒരു പുസ്തകത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നറേറ്റീവുകളുണ്ട്. നമ്മളുടെ പ്രയാസം അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ജയിലിൻ്റെ ഉള്ളിലെത്തിയാൽ എങ്ങനെയാണ് നമ്മൾ ആവേണ്ടത്, അങ്ങനെയുള്ളൊരു പ്രധാന ഒരു ഒരു ഗൈഡൻസിലേക്ക് ഈ പുസ്തകം വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് വേണേൽ പറയാം. പിന്നെ ജയിലിൻ്റെ ഉള്ളിൽ റാസിക്കൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ്, അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആണ്. ഒരു നോർമൽ ഒരു ചങ്ങായി അതിരുന്ന് വായിക്കുമ്പോൾ. കാരണം ഒരു ഒരു ജയിലിൽ ഒരു മ്യൂസിക് ബാൻഡ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ചാപ്റ്റർ എൻഡ് ചെയ്യുക കേരളത്തിലെ ജയിലുകളിൽ അല്ല ഇന്ത്യയിലെ ജയിലുകളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരുപാട് റേഡിയോ സ്റ്റേഷൻ, വോളിബോൾ ടീം, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ ഇത്തവണ പരപ്പനയിലേക്കുള്ള യാത്രയിലെ നമ്മുടെ കൂടെ സോൾഡാറ്റയുടെ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ സാഹിബൊക്കെ ഉണ്ട് ഞങ്ങളുടെ യാത്രയിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ ജയിലിൽ ഞങ്ങൾ ഈ മ്യൂസിക് ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരിക്കൽ പരപ്പന അഗ്രഹാര ജയിലിൻ്റെ സൂപ്രണ്ട് ഈ വിയ്യൂർ ജയിലിലെ ആക്ടിവിസം കാണാൻ വേണ്ടിയിട്ട് ഒരിക്കൽ ജയിൽ വിസിറ്റ് ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹം മാത്രമേ ഷോ കാണാനൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ നമ്മളൊരു 2 മണിക്കൂർ എന്ത് ചെയ്ത് ഈ പ്രോഗ്രാം അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പം ജയിലിൽ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയും എന്നുള്ളതിന് തടവുകാരെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ കേരളത്തിലൊക്കെ നമ്മുടെ ജയിലിൻ്റെ സൂപ്രണ്ടുമാരെന്ന് പറയുന്നത് ജയിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. പരപ്പനയിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ സൂപ്രണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് കാണാൻ വന്നിരുന്നത്. അപ്പോൾ ജയിലിൽ ഈ പറയുന്ന ഒരു 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 2 വശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒന്ന് ഇസ്ലാമികമായി നമുക്കുള്ള ഒരു വശം, സ്പിരിച്വലി നമ്മൾ ഫസ്റ്റ് ജയിലിലേക്ക് എത്തുമ്പം തന്നെ ഞങ്ങളൊക്കെ എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്, പടച്ചവൻ തീരുമാനിച്ചിട്ടാണ് നമ്മളകത്തെത്തിയത്, ഇനി പുറത്ത് പോകണമെങ്കിലും പടച്ചവൻ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സെറ്റാക്കി പാകപ്പെടുത്തിയെടുത്ത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഇതിന് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് വല്ലാതെ ബോധർ ചെയ്ത് നിൽക്കേണ്ട പ്രശ്നമൊന്നുമില്ല. സമയമായാലും എന്ത് ചെയ്യും, നമ്മൾ പുറത്തു പോകും. ഇതാണ് നമ്മൾ വിശ്വാസപരമായി ആദ്യം സെറ്റ് ചെയ്ത്. രണ്ടാമത് സെറ്റ് ചെയ്ത് ജയിലിലെ സമയത്തെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജയിലിലെത്തുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ശിക്ഷാകാലയളവ് പൂർത്തിയാകുന്ന വരെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജഡ് ആകുകയാണെങ്കിൽ അവർ ഈ ശിക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ കുറയും. അപ്പോൾ അങ്ങനെ ജയിലിൽ എന്തൊക്കെ ആക്ടിവിസം നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. കാരണം നമ്മൾ ജയിലിന് പുറത്താണെങ്കിലും പണിയെടുക്കണം ആണല്ലോ. നമ്മളിപ്പം ജോലിക്ക് പോകാറുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടാറുണ്ട്. ഇതുപോലെ തന്നെ ജയിലിൻ്റെ അകത്ത് എന്തൊക്കെ വർക്ക് ചെയ്യാം എന്ന് നമ്മൾ ആലോചിച്ച്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജയിലിൽ കുറേ വർക്കുകൾ ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ ജയിലെത്തുമ്പോൾ എനിക്ക് ജയിൽ ലൈബ്രറിയനായിട്ടായിരുന്നു ഏതാണ്ട് 3 വർഷത്തിലധികം ഞാൻ അവിടെ ജോലി ചെയ്ത്. അപ്പോൾ ഈ സമയത്ത് ലൈബ്രറിയുടെ സാധ്യതകൾ നമ്മൾ ധാരാളം ഉപയോഗപ്പെടുത്തി. അവിടെ ഈ പറയുന്ന പോലെ ലൈബ്രറിയിൽ വായനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗാദറിങ്ങുകൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഫിലിം ക്ലബ്ബ് ജയിലിൽ, അപ്പോൾ അതുവരെ ജയിലിൽ ഇല്ലാത്തൊരു ശീലമാണല്ലോ, ഫിലിം ക്ലബ്ബൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾപ്പെട്ട ആളുകളല്ലാതെ തന്നെ ഉൾപ്പെടുത്തിയാണ് ഈ മ്യൂസിക് ബാൻഡിലേക്ക്. അതിന് ഞാനൊരു ഭാഗമാകാണ് ഉണ്ടാകുന്നത്. നമ്മളായിട്ട് ഇട്ട ഐഡിയ ഒന്നുമല്ല, നമ്മുടെ മറ്റ് സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടിയിരുന്നപ്പോൾ ഉണ്ടായ ഒരു ഐഡിയ ആണ്. പിന്നെ അതുപോലെ ചെയ്യാവുന്ന ഇതൊക്കെ ശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് മാത്രമല്ലേ പറ്റും? ശിക്ഷ വിധിക്കപ്പെട്ടവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. വിചാരണ തടവുകാരായി കഴിയുന്നവർക്ക് ഇതൊന്നുമില്ല. വിചാരണ തടവുകാരെ നമ്മൾ ഇതിലേക്ക് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലൈബ്രറി പുസ്തകങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് UAP തടവുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വായനയുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ. അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലൈബ്രറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെല്ലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ UAP തടവുകാരുള്ളവരോടൊക്കെ എന്തൊക്കെ പുസ്തകം വേണം വായിക്കാമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ബുക്കുകൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പണി ഞാനിങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ താല്പര്യമുള്ള ബുക്കുകൾ അവർ പറഞ്ഞു വിട്ടാൽ ആ ബുക്ക് ഏതാണ്ട് ഒരു 10-13,000 ബുക്കുകളുള്ള വലിയ ലൈബ്രറിയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെത്. അത്തരം ആക്ടിവിറ്റികൾ. പിന്നെ ജയിലിൽ ചെയ്യാവുന്നൊരു വലിയൊരു പ്രധാനപ്പെട്ട പണിയാണ് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക്. ഇപ്പോൾ SLC ഒന്നും എഴുതാത്ത ആളുകളെ SLC എഴുതിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മുടെ UAP കേസിൽ അവിടെ ഉണ്ടായിരുന്ന ഷമ്മാസായിരുന്നു അന്ന് ആ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്കുള്ള എഡ്യൂക്കേഷണൽ സപ്പോർട്ട് നമുക്കവിടെ ചെയ്യാൻ പറ്റിയിരുന്നു. ഇതിനേക്കാളും എല്ലാം പ്രധാനമായി എനിക്ക് തോന്നിയിരുന്നത് വിയ്യൂർ ജയിലിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ പള്ളിയിൽ ജുമായ്ക്കുള്ള ഖുത്തുബ എന്നുള്ളൊരു സാധ്യത കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്കും ഒരു മതബോധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കും നമ്മളുടെ കുത്തുബകൾ
നമുക്ക് വലിയ ഒരു റെലവൻ്റ് ഒരു സംഗതിയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കുത്തുവയ്ക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അയാൾ നാട്ടിലെ കാര്യങ്ങളായിരിക്കും അയാൾക്ക് പറയാൻ കഴിയുക. ജയിലിൻ്റെ അകത്ത് നമ്മൾ നിത്യേന അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയണമെങ്കിൽ അതിനകത്തുള്ള ഒരാൾ കുത്തു പറഞ്ഞാൽ ആണ് സാധ്യമാകുക. അപ്പോൾ ഞാനും അവിടെ ഒരു നിസാം മൗലവി ഉണ്ടായിരുന്നു, പോപ്പുലർ ഫണ്ട് പ്രവർത്തകനായിരുന്നു. അപ്പോൾ നിസാം മൗലവിയാണ് കുത്തുബകൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുത്തുബകളിൽ നമ്മൾ ജയിലിൽ നടക്കുന്ന നിത്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഈ ആളുകളെ ഒരു നല്ല മോറൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് ആളുകൾ ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു പണി നമുക്ക് ജയിലിൻ്റെ അകത്ത് നടന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജയിലിൽ എത്തിപ്പെട്ടാൽ ആ സ്ഥലത്തെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം. കാരണം ഇത് പഴയ പ്രശ്നമല്ല. ഇപ്പോൾ ഈ കറക്ഷണൽ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള ടൈമാണ്. അങ്ങനെയുള്ള ജയിലിൻ്റെ പേര് പോലും. അപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ അല്പസ്വാർത്ഥന്മാരാണ്. കാരണം വെച്ചാൽ അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് വരുന്നതൊക്കെ അവർക്ക് വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ ഈ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജയിലിൽ വലിയ മാറ്റമൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ പത്രക്കാരൊക്കെ വിളിച്ച് ഇതിലേക്ക് കൊണ്ടുവരും. ആ ക്രെഡിറ്റ് അവർക്ക് കിട്ടും. ഞങ്ങളുടെ തടവുകാർ വളരെ ഉഷാറാണെന്ന് പറയും. അപ്പോൾ ഈ സ്പേസിന് നമ്മുടെ ഒരു നിരാശ ബാധിച്ച് അവിടെ കഴിയുന്നതിന് പകരം ഈ സാധ്യത ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നത്, ഈ UAPA തടവുകാരിലൊക്കെ നമ്മൾ കണ്ട മാവോയിസ്റ്റ് തടവുകാരുണ്ടല്ലോ, അവർ ജയിലിലെത്തിയാൽ ഭയങ്കര എൻഗേജറാണ്. ഇപ്പോൾ രൂപേഷ്, ഉദാഹരണം പറയുന്നത് രൂപേഷ്, ലീഗൽ ഫൈറ്റിംഗ് ആണ് മെയിൻ പരിപാടി. അപ്പോൾ ലീഗൽ ഫൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് അവർക്ക് മാത്രമല്ല, പുറകെ വരുന്ന തടവുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും, മെച്ചം കിട്ടും. അപ്പോൾ നമ്മളിൽ പല ആളുകളും ഈ പല കേസും കിടക്കുമ്പോൾ നമുക്കുള്ളൊരു വിഷമത. ഞാനൊക്കെ ഇപ്പോൾ തുടക്കം ഒരു പല വിവരാവകാശം ജയിലിൽ വെച്ചിട്ടുണ്ട്. ഈ വിവരാവകാശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരോൾ കിട്ടിയ ആളുകളുണ്ട് അവിടെ. നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മളല്ലാത്ത ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ആണ് ഇതിന്റെ മൊത്തത്തിലെ ആക്ടിവിറ്റികളുടെ നല്ലൊരു സവിശേഷത. ജനറേഷനുകൾ ആളുകൾ ഇത് അനുഭവിക്കും. ഇപ്പോൾ ISKC കിടക്കുന്നവർക്ക് പോലും ജയിലിൽ ശിക്ഷ ഇളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറേ മുമ്പ് ആരോ തുടങ്ങി വെച്ച വർക്കുകളാണ്. അപ്പോൾ അതിൽ ഈ രൂപേഷിൻ്റെ ഒക്കെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഏത് തടവുകാരൻ്റെ കേസ് ഫയൽ കൊണ്ടു കൊടുത്താൽ അയാളുടെ അടുത്ത് പഠിക്കും. അയാൾ അഡ്വക്കറ്റ് കൂടിയാണ്. പഠിച്ച് ഇതിൻ്റെ ലോ പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുക, നിയമ പോരാട്ടം നടത്തുക, അതുവഴി മറ്റു തടവുകാർക്ക് റിലാക്സേഷൻ കിട്ടുക. ഇപ്പോൾ രൂപേഷിൻ്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. രൂപേഷ് ജയിൽ പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകം അവിടെ നിന്ന് തന്നെ രൂപേഷിന് പ്രസിദ്ധീകരിക്കണം. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അത് അനുവദിക്കുന്നില്ല. അപ്പോൾ ഹങ്കർ സ്ട്രൈക്കിലാണ് ഇപ്പോൾ രൂപേഷ് ഉള്ളത്. അപ്പം ഇങ്ങനെ വരുന്ന ഒരു തലമുറയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ജയിലിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജയിലിലെ സമയം ഏറ്റവും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ ഞാൻ ആ ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്ന സീരീസ് കണ്ടപ്പോൾ, നെറ്റ്ഫ്ലിക്സിൽ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സീരീസാണ്, ജയിൽ സാധനങ്ങൾ. അപ്പോൾ ബ്ലാക്ക് വാറണ്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുസ്ലിം സ്പേസിൽ നിന്ന് വരുന്ന പ്രിസൺ കഥകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സെൻസേർഡാണ്. അതായത് എല്ലാ കഥകളും പുറത്തെത്തും. ഇപ്പോൾ ബ്ലാക്ക് വാറണ്ട് പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എസെൻസ് എന്ന് പറയുന്നത് മക്ബൂൽ ഭട്ട് അഫ്സൽ ഗുരു ആണ്. പക്ഷെ അത് സീരീസിലെത്തുമ്പോൾ മക്ബൂൽ ഭട്ട് വെറും മിനിറ്റുകൾ മാത്രം വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അഫ്സൽ ഗുരുവിൻ്റെ എപ്പിസോഡ് തീരെയില്ല. അപ്പോൾ ആ ബ്ലാക്ക് വാറണ്ടിലും സുനിൽ ഗുപ്ത അതിൻ്റെ ഓതർ ജയിൽ സൂപ്രണ്ടാണ്. അപ്പോൾ മൂപ്പര് പിന്നെ മക്ബൂൽ ഭട്ടിനെ പറ്റിയൊക്കെ ഇങ്ങനെയാണെന്ന് പറയുന്നത്. മക്ബൂൽ ഭട്ട് അന്ന് ചെയ്ത പല സംഗതികളും ഓൾമോസ്റ്റ് 25-30 വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. അതിലും വിശ്വാസത്തിൻ്റെ ഒരു ഘടകവും കൂടി അതിൽ ഭയങ്കര മൂപ്പര് ഊന്നൽ കൊടുത്തിട്ടാണ് പറയുന്നത്. മക്ബൂൽ ഭട്ടിനെ പറ്റിയിട്ട് മൂപ്പർ അതിൽ പറയുന്നത്, പുറമേയുള്ള ആളുകൾക്ക് മൂപ്പരൊരു ടെററിസ്റ്റ് ആയിരിക്കും. ദേ മേ കോൾ ഹിം ടെററിസ്റ്റ്, ബട്ട് ഫോർ ദ പീപ്പിൾ ഇൻസൈഡ് തിഹാർ ഹി ഈസ് ദ മാൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. മൂപ്പര് ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ആളുകൾ. പിന്നെ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ടും പല രീതിയിൽ ആളുകൾ മക്ബൂൽ ഭട്ടിനെ ഇങ്ങനെ അനുഭവിക്കുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മുസ്ലിം സൈഡിൽ നിന്ന് വരുന്ന പ്രിസൺ നെറേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര സെൻസേർഡ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരിക്കലും പുറത്തെത്തൂല. ഇപ്പോൾ അതിൽ ഒരു പ്രധാന പങ്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ പാനായക്കുളം കേസിലായി കഴിഞ്ഞാലും പിന്നീട് വന്ന ഏതൊരു കേസിലായി കഴിഞ്ഞാലും ഇവിടുത്തെ പിന്നെ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇവർക്കെതിരെയുള്ള ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പിന്നെ മാധ്യമങ്ങളുടെ പങ്ക് നമുക്കൊരിക്കലും നിരാകരിക്കാൻ കഴിയില്ല. ഈ പുസ്തകത്തിൽ ഇപ്പം നികേഷ് കുമാറിനെ പറ്റി പറയുന്നുണ്ട്. നികേഷ് കുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഒരു സെക്കുലർ മാധ്യമ പ്രവർത്തകനാണ്. CPM-ന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച ആളാണ്. അതും ആ ഒരു കാലം കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. പിന്നെ അന്ന് നികേഷ് കുമാറിനെ പറ്റി പറഞ്ഞത് റാസിക്ക് അറസ്റ്റിലാകുന്ന സമയത്ത് 2007 നടക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് 2022-ലോ 2023-ലോ കളമശ്ശേരി സ്ഫോടനം നടക്കുമ്പോൾ നികേഷ് കുമാർ അതുപോലത്തെ മുസ്ലിം വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയൊരു മാധ്യമ രംഗത്തുണ്ട് എന്നുള്ളതാണ്. അല്ലേ, എനിക്ക് തോന്നുന്നത് സമീറിൻ്റെ അറസ്റ്റിന് നല്ലൊരു കഥ ഉണ്ട്. അവിടെ കണ്ണൂരിൽ നിന്ന് ഇറങ്ങുന്ന സായാഹ്ന പത്രത്തിൽ അവനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ അവന്
എവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ദുബായിൽ നിന്ന് നേരത്തെ പിടിച്ചിരുന്നു. ദുബായിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് ഒരു റിപ്പബ്ലിക് ഡേയുടെ തലേന്നാണ്. അപ്പോൾ അന്ന് അതിൻ്റെ തലേത്തെ പിന്നെ സായാഹ്നത്തിൽ റിപ്പബ്ലിക് ഡേക്ക് ബോംബ് വെക്കാൻ വന്ന പ്രതി പിടിയിൽ ഓനാണ് ഗൾഫിൽ നിന്ന് ഓനെ പിടിച്ച് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് അതാണ് അതിൻ്റെ വാർത്ത. ഇത് ഭയങ്കരമായി അനുഭവിച്ച ആളുകളാണ് ഒരു കുടുംബം, ഫാമിലി. ഇത് ധാരാളമായിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ. അതിൽ എനിക്ക് തോന്നിയത് പിന്നെ റാസിഖ് സാഹിബിൻ്റെ പുസ്തകത്തിൽ ആമുഖത്തിൽ പിന്നെ അവതാരികയിൽ അത് പറയുന്നുണ്ട്. രാജഗോപാൽ സാർ അത് വളരെ ഗൗരവത്തിൽ കേരളത്തിൽ ഇനിയും അത് ചർച്ച ചെയ്യേണ്ട സാധനമാണ്. മാധ്യമങ്ങളുടെ ഈ തെറ്റായ നിരൂപണവും തെറ്റായ വാർത്തകളും അതുണ്ടാക്കുന്ന കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഈ രാജഗോപാൽ സാറിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരായിട്ടൊരു സംവാദം നടന്നല്ലോ മൂപ്പര്. അപ്പോൾ അതിലിങ്ങനെ നിങ്ങൾ ഇത്തരം അതായത് നീതിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് നിങ്ങളടുത്ത് ഒരു ഇടപെടൽ പറയാൻ ശ്രീകണ്ഠൻ നായരോട് ഇയാൾ ചോദിക്കും, രാജഗോപാൽ സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയത് മലയാളി മാധ്യമപ്രവർത്തകർ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഹെഡ് മാസ്റ്റർ വന്നിരിക്കുന്ന ഇയാളെ ആക്ഷേപിച്ചുകൊണ്ട് രാജഗോപാൽ സാറിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയത്. അപ്പോൾ അതവർ ആഗ്രഹിക്കുന്നില്ല. അടുത്ത പുസ്തകം ഇതാണ് തോന്നുന്നത്. നമുക്ക് അതിലൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പ്രശ്നമേ ഇപ്പോൾ പാനായിക്കുളം കേസ് മാത്രമല്ല, ഏത് കേസെടുത്താലും ഇപ്പം കേസിലൊന്നും അല്ലാതെ തന്നെ ഒരിക്കലും കേരള കൗമുദിയിൽ ഒരു വാർത്ത വന്നിരുന്നത്. ഇപ്പം നമ്മുടെ ഈ അഹമ്മദാബാദ് കേസിൽ കിടക്കുന്ന ഷിബിലിയുടെ വീടിൻ്റെ മുകളിൽ ഹെലിപ്പാഡുണ്ടെന്ന് കൗമുദിയിലൊരു വാർത്ത. അപ്പോൾ ഹെലികോപ്റ്റർ ആ വീട്ടിലിങ്ങനെ നിരന്തരം ഇറങ്ങാറുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ടയിൽ നിന്നൊരു ന്യൂസ് വന്നിരുന്നു കേരള കൗമുദിയിൽ. മംഗളത്തിലൊരിക്കൽ ഒരു ന്യൂസ് വന്നിരുന്നു, ഷിബിലിയുടെ ബന്ധു പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് പിടിയിലുണ്ട്. അപ്പോൾ മംഗളത്തിൻ്റെ ലീഡ് സ്റ്റോറിയാണ് വന്നത്. അങ്ങനെ മംഗളത്തിൻ്റെ പേരെഴുതി അയാളുടെ പേരിലാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ ഞാൻ അയാളെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഈ സംസാരം വളരെ ശാന്തമായിട്ടാണ് ഞാൻ അയാളോട് സംസാരിക്കുന്നത്. ഒരു പത്രക്കാരനല്ല, നമ്മൾ പ്രോക്ക് ആയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇയാളെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുക, ഒന്ന് പോലീസാണ് ന്യൂസിൻ്റെ സോഴ്സ്, രണ്ടാമത് അയാൾ ചോദിച്ച് പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്, ഒരു പത്രബോധം പറയുക. കാരണം എന്നോട് വഴക്കുണ്ടായിട്ട് എല്ലാവരും സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഇത് എല്ലാ കേസുകളിലും കേരളത്തിൽ അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളുടെ വലിയ പങ്കുണ്ട്. പോലീസ് കഥ മെനയുന്നു, അത് മാധ്യമങ്ങളത് ചേർക്കുന്നു. അതിൽ തന്നെ പലതും ഇപ്പോൾ സാധിക്ക പറഞ്ഞ പോലെ ഭയങ്കര മണ്ടത്തരങ്ങൾ ഉണ്ടാവലുണ്ട് തോന്നുന്നു. പണ്ട് പറയുന്ന മയ്യത്തസ്കാരത്തിന് ഫോട്ടോ ചൊവ്വാഴ്ച ജുമാസ്കരിച്ച വാർത്ത മുസ്ലിംകൾക്കെതിരെ പറയുമ്പോൾ അത് മൊത്തത്തിൽ കേരളത്തിൽ ഇസ്ലാമോഫോബിയന്റെ ഒരു സ്ട്രക്ചറാണ്. മുസ്ലിംകൾക്കെതിരെ പറയുമ്പോൾ അതിൽ ആധികാരികതയൊന്നും വേണ്ട. അല്ല, ഇങ്ങനെ കേസുകൾ വ്യാപിക്കുന്നതിലും ആളുകളെ വിശ്വസിപ്പിക്കുന്നതിലും ഇങ്ങനെ പൊതുബോധം സൃഷ്ടിക്കുന്നതിലും മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. കഥ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുകൂടി റാസിഖിൻ്റെ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ എങ്ങനെയാണ് കേസ്, ഇപ്പോഴത്തെ പുതിയ കേസിൻ്റെ ട്രെൻഡ് മാപ്പ് സാക്ഷിത്വമാണ്. അത് മുപ്പര് പറയും, മുപ്പര കേസിലെ സാക്ഷിയെക്കുറിച്ച് എല്ലാ കേസിലും എങ്ങനെ മാപ്പ് സാക്ഷി ഉണ്ടാക്കുക, എന്നിട്ട് അത് കേസിനെ വേറൊരു രീതിയിൽ തിരിച്ചിടുക. ഒരു കേസ് ഉണ്ടാക്കുക, എന്നിട്ട് പൊളി കേസ് ഉണ്ടാക്കുക, പൊട്ടം കഥയാക്കുക, അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരു മാപ്പ് സാക്ഷി ഉണ്ടാക്കുക, എന്നിട്ട് കേസ് മുന്നോട്ട് പോകുക. എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് സക്കരിയുമായി ബന്ധപ്പെട്ടത്. സക്കരിയ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ഇവിടെ സൂചിപ്പിക്കണം തോന്നുന്നു. ഈ ചർച്ചയിൽ വരേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. സക്കരിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് മലയാളിയായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ വെറുതെ വിടാം, നിനക്ക് പരപ്പനങ്ങാടിയിൽ നല്ലൊരു മൊബൈൽ ഷോപ്പ് ഇട്ട് തരാം. സക്കരിയെ പിടിക്കുന്നൊരു മൊബൈൽ ഷോപ്പിൽ നിന്നാണല്ലോ. നിന്നെ വെറുതെ വിടാം, 2 ആവശ്യങ്ങളാണ്. എനിക്ക് വെറുതെ വിടാം, പരപ്പനങ്ങാടിയിലെ നല്ലൊരു മൊബൈൽ ഷോപ്പ് ഇട്ട് തരാം. നീ ഒരു കാര്യം ചെയ്യേണ്ടു, പരപ്പനങ്ങാടിയിലെ മുസ്ലിം സംഘടനകളെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരം തരിക. അന്ന് സക്കരിയ അതിന് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അന്നവൻ്റെ നിഷ്കളങ്കത്വവും അങ്ങനെ ചെയ്യാത്തൊരു കുറ്റം, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ മുസ്ലിം സംഘടന എന്ന ഒരു ബോധത്തിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ അത് വലിയ സംഭവമാണല്ലോ. അന്ന് ഇപ്പം അതിന് ശേഷം 16 വർഷമായി. 2 ആഴ്ച കഴിഞ്ഞിട്ട് മലയാളിയായ ഒരു ഉദ്യോഗസ്ഥൻ സക്കരിയ എന്ന് പറയുന്ന കുട്ടിയോട് പറയാണ്, എന്നെ വെറുതെ വിടാം. ഇത് എനിക്ക് തോന്നുന്നത് ഇത് സക്കരിയ ധൈര്യത്തോണ്ട് തുറന്നു പറഞ്ഞ്, ഇങ്ങനെ തുറന്നു പറയാൻ വേറെ ഒരുപാട് കഥകൾ ഉണ്ടാവും, അങ്ങനെ പരസ്യമായി പറയാൻ ധൈര്യമില്ലാത്ത. ഇത് നിരന്തരമായി കേരളത്തിലെ ഉദ്യോഗസ്ഥർ, ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ ഈ മേഖലയിൽ വലിയ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ ഷമീറിൻ്റെ ഫാമിലി ഒരു ഘട്ടത്തിൽ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട്
നിങ്ങളെ മോന് അറസ്റ്റ് ചെയ്യപ്പെട്ട എപ്പോഴാണ് ഇത് അറസ്റ്റിൻ്റെ വേദനയും അതിൻ്റെ വിഷമക്കാരും ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും. അപ്പം ഒരു പത്രസമ്മേളനം വിളിച്ച് നമ്മളെ ജീവിക്കാൻ പറ്റുന്നില്ല, ശല്യം ചെയ്യുന്നു എന്ന് പറയാൻ പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. കേസിൻ്റെ തിരക്കഥ എഴുതിയ അതിന് സംവിധാനത്തിന് വേണ്ടിയുള്ള ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വലിയ വർക്ക് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം കേസുകളിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും എല്ലാം ആർക്കും പൊളിഞ്ഞു വന്ന കേസല്ല, എല്ലാ കഥയും ഒന്നായിരിക്കും. ഏകദേശം ഇന്ത്യയിലെ ഭീകരാക്രമണ കേസുകളുടെയൊക്കെ കഥ തിരക്കഥയൊക്കെ ഒറ്റ കഥയാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ലേശം ആളുകളെ മാറ്റി ചെയ്യും. അതൊക്കെ പൊളിക്കഥയായിരിക്കും, ഒന്നും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ കാശ്മീർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വിജയിപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള ബോധപൂർവമായ പണിയുടെ ഭാഗമാണ്. എനിക്കറിയാം ബാംഗ്ലൂർ കേസിൽ ഒരു ഘട്ടത്തിൽ അവരെല്ലാവരും പിന്നെ കുറ്റം സമ്മതിക്കാനുള്ളൊരു മൂഡിലായി. ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ അവരെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും കുറ്റം സമ്മതിക്കണം എന്ന കോലത്തിലാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങളാണല്ലോ എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അതിൻ്റെ പേപ്പർ തന്നത്, നിങ്ങളാണല്ലോ ഭാര്യയുടെ തൊലാക്കിൻ്റെ കടലാസ് തന്നത്, ഇനി ഞങ്ങൾ കുറച്ച് ജീവിച്ചോട്ടെ. എന്താണ് സംഭവം? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയാം ഞങ്ങൾ കുറ്റം സമ്മതിക്കാൻ പോകണം. അപ്പോൾ ഈ കേസെടുത്ത ഓങ്കാരയ്യ അദ്ദേഹവും കുറച്ച് അഭിഭാഷകരെയും കൂട്ടിയിട്ട് നിരന്തരമായി 2 മാസക്കാലം ഈ ജയിലിൽ കഴിയുന്ന മനുഷ്യന്മാരെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ കുറ്റം സമ്മതിച്ചാൽ നിങ്ങൾക്ക് പോവാം. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് ചെയ്യാത്ത കുറ്റം സമ്മതിച്ചിട്ട് ഇനി ശിഷ്ടകാലം, ഇത് 10 അല്ലേ 15 കൊല്ലം കഴിയല്ലോ, 13 കൊല്ലം കഴിഞ്ഞ സമയത്താണ്, ഇനി ജയിൽ പുറത്തു പോവാം, ശിഷ്ടകാലം ജീവിക്കാം എന്ന് തോന്നിപ്പോകുന്ന സ്വഭാവത്തിലുള്ള വർക്കുകൾ വളരെ ആസൂത്രിതമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ട്. അതിൽ എൻ്റെ ചില സൂചകങ്ങൾ ഈ പുസ്തകം നൽകുന്നത്. ഞാൻ പറഞ്ഞത് ആ പുസ്തകത്തിൽ ഓരോരുത്തർക്കും ഓരോന്നാണ് മനസ്സിലായിട്ടുണ്ടാവുക. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞത്, ആ പുസ്തകം മുന്നോട്ട് വെക്കുന്ന സൂചന നൽകുന്ന 2-3 കാര്യങ്ങൾ. അത് ഒന്നിത് കേരളത്തിലെ ഭീകരവാദ ഇൻവെർട്ടഡ് കോമയിലെ ഭീകരവാദ കേസുകൾ എങ്ങനെയാണ് ചുട്ടെടുക്കപ്പെടുന്നത്, അതെങ്ങനെയാണ് നിലനിർത്തി പോകുന്നത്, അതിലൊക്കെ ആർക്കൊക്കെ പങ്കുണ്ട് എന്നതിനേക്കാളപ്പുറം ഒന്ന് തടവുകാരൻ്റെ കുടുംബം. ഇതൊക്കെ ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ആ ബുക്കിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ അതൊരു റിലാക്സ് ആയതായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ പോലീസ് അന്വേഷകർ ഇപ്പോൾ രാധിക പുസ്തക സവിശേഷം വിശദീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് കുറച്ച് ആ വിഷയത്തിൽ ചർച്ച നല്ലതാ തോന്നും. കേസിൻ്റെ നടത്തിപ്പിൽ പോലീസുകാരുടെ ഇടപെടലുകൾ, സാക്ഷികളുടെ വരവ്, മാപ്പ് സാക്ഷികൾ എന്ന് പറയുന്നത് കേസിലെ വലിയ സംഭവമാണ്. പക്ഷേ എവിടെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു മജിസ്ട്രേറ്റ് ഇവരെ എക്സാമ്പിളും കൂടി അതിൽ മൊത്തം ഈ പാനായക്കുളം കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പാനായക്കുളം കേസിൽ ഈ പറയുന്ന പോലെ നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സാക്ഷിപ്പെട്ടികളിൽ തന്നെ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ എസ് പി വഹാബ് അതുപോലെ പാനായക്കുളം കേസിൻ്റെ ട്രയലിൽ ഇ.ടി. മാത്യു എന്ന് പറയുന്ന DYSP എവിടെയും വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് അവിടെ നിന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആൻ്റണി സാറ്, ഇവരൊക്കെയാണല്ലോ യഥാർത്ഥത്തിൽ പ്രഥമ സാക്ഷികളാവേണ്ടത്. ആൻ്റണി സാർ അവിടെ ഈ കേസിൽ വന്നിട്ടില്ല. പിന്നെ സ്റ്റേഷൻ്റെ ഈ ഡേ ടു ഡേ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്ന ആൾ ഇതിലേക്ക് സാക്ഷിയായിട്ടില്ല. അപ്പോൾ ഇവരൊന്നും ഇല്ലാത്ത സാക്ഷിപ്പട്ടികയാണ് പോലീസ് വരെ കൈമാറുന്നത്. അപ്പോൾ അതിലൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ വഹാബ് സാറിൻ്റെ കാര്യത്തിലുള്ളത്, വഹാബ് സാറ് പിന്നെ NIAക്ക് കൊടുത്തൊരു മൊഴിയുണ്ട്. NIAക്ക് കൊടുത്ത മൊഴിയിൽ വഹാബ് സാർ ഇന്ന് അവിടെ സിമിയുടെ മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. സിമിയുടെ മീറ്റിംഗ് അല്ല അവിടെ നടന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ വാദം സ്ഥാപിച്ചെടുക്കാൻ കഴിയാറ്. അപ്പോൾ ഈ പോലീസിൻ്റെ റോളെന്ന് പറയുന്നത് ശരിക്കും ജയിലല്ല ഭീകരം, പോലീസാണ് ഭീകരമെന്ന് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മളൊരു കേസിന് പിടിച്ചുകൊണ്ട് പോയാൽ അവർക്ക് എന്താണോ വേണ്ടത് അവരത് ചുട്ടെടുക്കും. ഇപ്പോൾ വാഗമൺ കേസിൽ എന്നോട് കേസ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഷമീറിൻ്റെ സംഗതി നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ സാദിഖ് ഭായി സൂചിപ്പിച്ചല്ലോ, പത്രസമ്മേളനം നടത്തിയത്. ശരിക്കും കേരളത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് ഈ DYSP കണ്ണൻ, അയാൾ എന്നോട് ചോദിക്കുകയാണ് വാഗമൺ കേസ് ഏറ്റെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കണം. ഞാൻ അപ്പോൾ അയാളോട് പറയുന്നുണ്ട്, എൻ്റെ വാപ്പ മരിച്ചതും നിങ്ങൾ പറയുന്ന ഈ ഡേറ്റും കേസ് ഏറ്റെടുക്കണമെന്ന് പറയുന്ന ഡേറ്റും തമ്മിൽ ഏതാണ്ട് കുറഞ്ഞ ദിവസങ്ങളുടെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏറ്റാലും നാട്ടുകാരെ സമ്മതിക്കല എന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന്. അപ്പോൾ ഞാൻ വക്കീലുമായിട്ട് കൺസൾട്ട് ചെയ്യും, വക്കീലന്മാരാണ് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പത്രസമ്മേളനം വിളിക്കാൻ പറഞ്ഞ്. പിറ്റേന്ന് ഞാൻ പത്രസമ്മേളനം വിളിക്കുക ചെയ്ത് ഈ വിഷയത്തിൽ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഷോക്കായി. അപ്പോൾ ഈ കേസ് അതിനേക്കാളും വിചിത്രമായി. ഇതൊക്കെ ഒരു 2010 മുമ്പുള്ള സംഭവമാണല്ലോ. ഈ 2023 ഈ കോവിഡ് കഴിഞ്ഞ ഈ കോവിഡിനിടയിൽ 2022 കാലത്ത് ഒരു അനുഭവം വേറെ ഉണ്ടായി. അതായത് ഈ 2006 പാനായിക്കുളത്തിന് ശേഷം 2010 ഇടയിൽ
കേരളത്തിൽ നടന്ന മിക്ക സംഭവങ്ങളിലും പോലീസിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. മിഠായി തെരുവ് തീപിടുത്തം, ഇതൊക്കെയാണ് കേസുകൾ. അപ്പോൾ പടക്കം പൊട്ടിയ കേസിൽ അവിടക്കം പൊട്ടിയ കേസിൽ അങ്ങനെ അതിപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഇപ്പം അടുത്ത് മറ്റേ കളമശ്ശേരി സ്ഫോടനത്തിൽ പിടിച്ചുകൊണ്ടുപോയത് പിടിച്ചോണ്ടുപോയി, നിസാമുദ്ദീനെയും സത്താറിനെയും പിടിച്ചോണ്ടുപോയി. അപ്പോൾ ഇതുപോലെ ഈ കോവിഡിനിടയിൽ പോലീസ് തന്നെ ഈ 2010 ശേഷം പോലീസ് തീരെ തന്നെ ഒന്നിനും കൈകാര്യം ചെയ്തിട്ടില്ല. ഒരാവശ്യത്തിനും വിളിപ്പിക്കുക, അങ്ങനെ വളരെ അപൂർവമായ സംഭവങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് ഈ ATS എന്ത് ചെയ്ത് ഈ കോവിഡിനിടയിൽ ഒരിക്കൽ വിളിപ്പിച്ച്. അപ്പം അവർ വിളിച്ചുകൊണ്ട് പോകുന്നതന്നെ ഭയങ്കര തമാശയായിട്ട് അവർ പറഞ്ഞ നോട്ടീസൊക്കെ തന്നാണ് വിളിപ്പിക്കുന്നത്. അപ്പോൾ അതിലവർ പറഞ്ഞു ജയിലിൽ നിന്ന് വന്ന ആളുകളുടെ ഒരു ഫയൽ റെക്കോർഡ് തയ്യാറാക്കുന്നുണ്ട്, അതിന് വേണ്ടി വരാനാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പോയി 2-3 മണിക്കൂർ അവരിങ്ങനെ പല ഏജൻസികൾ ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്ലി ടോക്ക് പോലെ NIA ഉണ്ട്, കേരള പോലീസുണ്ട്, എല്ലാവരും ഉണ്ട്, ATS ഉണ്ട്. ഡിസ്കഷൻ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞൊരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു SP നിങ്ങളെ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉച്ച കഴിഞ്ഞ് SP കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ സമയമായി, SP വിളിപ്പിച്ചു. SP എന്ന് പറയുന്നത് ഷൗക്കത്തിലെയാണ്, കേരളത്തിലെ വലിയ പോലീസ് ഓഫീസറാണല്ലോ ഷൗക്കത്തിലെയാണ്. അപ്പോൾ ഇയാൾ എന്നെ ഈ പോലീസുകാരുമായിട്ടുള്ള ഞങ്ങളുടെ ഡിസ്കഷൻ മൊത്തം ഇയാൾ ലൈവിൽ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും അയാളിങ്ങനെ ചോദിച്ചിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. കളക്ടറേറ്റ് സ്ഫോടനം, എറണാകുളം കളക്ടറേറ്റ് സ്ഫോടനത്തിൻ്റെ പേരിൽ നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടില്ലായിരുന്നു? ഞാൻ കൊണ്ടുപോയി 24 മണിക്കൂർ എന്നെ പിടിച്ച് നിർത്തുകയും ചെയ്തവരോടെ. എന്നിട്ട് ആ കേസിന് എന്ത് സംഭവിച്ചതെന്ന് നിങ്ങൾ ഇത്ര നാൾ അന്വേഷിച്ചിരുന്നു എന്നോട് ചോദിച്ചു. ഞാൻ അയാളോട് ചോദിച്ച്, ഞാനില്ലാത്തൊരു സംഗതി, അതിലിത് എന്ത് സംഭവിച്ചെന്ന് ഞാനല്ലോ അന്വേഷിക്കണ്ടേ, ഇത് പോലീസിലെ അന്വേഷിച്ചുകൊണ്ടിരിക്കണ്ടേ, എനിക്കതിൻ്റെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അതൊക്കെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇങ്ങനെയാണ് പോലീസ്, അവരാവശ്യമുള്ള ആളുകളെ ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഓരോ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ആളുകളെ. ഇത് മറ്റേ പാർലമെൻറ്റ് ആക്രമണ കേസിൽ പ്രൊഫസർ SAR ഗീലാനി ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ അദ്ദേഹത്തെ പിടിയിലായതിനു ശേഷം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് പല സ്ഥലങ്ങളിലായി ഇങ്ങനെ മെൻ്റലി വീക്കാക്കിക്കൊണ്ട്, പല മെഡിസിൻസൊക്കെ കൊടുത്തിട്ട് വീക്കാക്കിക്കൊണ്ട് ഓരോ കേസിലും പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ സെറ്റാണെന്ന് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. പേഴ്സണൽ സംസാരത്തിനിടയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പാകപ്പെട്ട തലകൾ എന്ന നിലയ്ക്ക്, അത് ചിലപ്പോൾ ഒരു മുമ്പ് സിമി പ്രവർത്തിച്ചവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിസം ഉള്ളവരായിരിക്കും, ഇവരെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തുന്നൊരു പ്രവണത വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ഇതാണ് ഒരു പോലീസ് എക്സ്പീരിയൻസ് ഈ കേസിലുള്ളത്. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടിയൊക്കെ പബ്ലിക്കിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് ഇതിനെതിരെ ഉയർത്തുന്ന ഒരു പ്രതിരോധത്തിൽ വളരെ പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സോളിഡാരിറ്റിയെ ഞാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ UAPA വേട്ടകൾക്ക് മുമ്പിൽ ചെക്ക് വിളിക്കപ്പെട്ട, അതിനുവേണ്ടി പരിശ്രമിച്ച ആ കെട്ടിച്ചമച്ച കേസുകളുടെ ജനകീയ തെളിവെടുപ്പ്. ഒരുപക്ഷെ ആ പരിപാടിക്ക് ശേഷം ഒരുപാട് കുടുംബം സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് സമൂഹത്തോട്, ഞങ്ങളെ കേൾക്കാനൊരു സമൂഹമുണ്ട്, ഞങ്ങൾക്ക് പറയാനൊരു വേദിയുണ്ട് എന്ന് ബോധ്യപ്പെട്ട, നമ്മൾ അങ്ങനെ കുറച്ചും കൂടി പബ്ലിക്കിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് വരേണ്ടതുണ്ട്. അതായിരിക്കും. അതെ, വളരെ വളരെ യഹിയ കമ്മുകുട്ടിയെ അറസ്റ്റ് ചെയ്യപ്പെടുക ഇതേ പ്രശ്നം ഉണ്ടായത്. കുടുംബങ്ങളൊക്കെ, നാട്ടുകാരായ ആളുകൾ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നത്. പിന്നീട് ചേർത്തെത്തുമ്പോൾ ഞാൻ പറഞ്ഞത്, അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു രംഗമാണ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ നാട്ടുകാർ നൽകിയ സ്വീകരണം. ഞാൻ ഭയങ്കരമായി ആസ്വദിച്ചു. ഞാൻ ആ രംഗത്തുണ്ടായി ഭയങ്കര ആസ്വദിച്ചു. അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാർ മൊത്തം ഒരുമിച്ച് കൂടി കൊടുക്കുന്ന സ്വീകരണം. പക്ഷേ നാട്ടുകാരെ, ജനങ്ങളെ ബോധവൽക്കരിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വർക്ക് കുറച്ചും കൂടി സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. അത് നിർവഹിക്കപ്പെടണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത്തരം കേസുകൾ ഇനിയും പല സ്വഭാവത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതിലും രൂപപ്പെടുത്തിയെടുക്കുന്നതിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ വിജയം വരിക്കാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു സിനാൻ കുമ്പളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വരികയും അത് മീഡിയ വൺ വാർത്തയൊക്കെയും ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അതായത് ഒരു ഫേക്ക് FB അക്കൗണ്ടിൻ്റെ പേരിൽ ബീരാൻ കുമ്പള എന്ന് പറയുന്ന അക്കൗണ്ട് ഇവനാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇവൻ മുമ്പ് പോയി സ്പെഷ്യൽ ബ്രാഞ്ചുകാരോട് ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവനല്ലാന്ന്. പക്ഷേ ഈ അടുത്ത് വേറൊരു ഫേക്ക് ന്യൂസ് വന്നതുമായി ബന്ധപ്പെട്ട് ഇവനെ പോലീസ് വിളിപ്പിക്കുന്നു, SI വിളിപ്പിക്കുന്നു, വാപ്പാക്ക് വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, ഇവനെ മർദ്ദിക്കുന്നു. അങ്ങനെ ഇവൻ വല്ലാത്തൊരു കോമ സ്റ്റേജിലാണ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് പറഞ്ഞിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 9-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. അവൻ മിനിങ്ങാന്ന് ഫേസ്ബുക്കിൽ ഈ അനുഭവം അവൻ അനുഭവം എഴുതാൻ പ്രേരണ ഉണ്ടായതാണ്. ഭയങ്കര രസം. അത് PC ജോർജ് എന്ത് പറഞ്ഞാലും കേസാവുന്നില്ല. അപ്പോൾ ഇനി ഈ സംഭവം കൂടെ കണക്ട് ചെയ്തിട്ട് ഇവൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. പുതിയ കാലത്തൊരു വലിയ സംഭവമായിട്ട് അങ്ങനെ ഈ പുതിയ സംഘപരിവാർ
കൂടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഫേക്ക് ഐഡിയകളിലൂടെ ആ, ഇത് അതെ, ഉപയോഗിക്കുക. അതെ, ഇതൊരു ഒരു അത് ഞാൻ പറഞ്ഞത് ഇത്ര സംഗതി കുറച്ചും കൂടി പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വഴി അത്തരം വർക്കിൽ ഇനിയും സ്കോപ്പ് ഉണ്ട്. ഇനിയും അതൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വർക്കാണെന്ന് തോന്നുന്നു. ഈ ഇസ്ലാം വിരുദ്ധത പറയുന്നില്ല, അതുകൂടി എനിക്കിതൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഈ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ പ്രദേശങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. യെസ്. അതിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. കണ്ണൂർ സിറ്റി. ആ, കണ്ണൂർ സിറ്റി അതുപോലെ. അതെ. ഇപ്പം ഈരാറ്റുപേട്ടയ്ക്കെതിരെ ഇപ്പോൾ മാത്യു സാമ്പൽ എന്ന് പറയുന്ന പത്രപ്രവർത്തനം ഉണ്ടല്ലോ, അയാൾ കഴിഞ്ഞ ദിവസം വലിയ ഭയങ്കര കുറ്റകരമായ ഒരു ആരോപണം ഉന്നയിച്ച അയാൾ ഈ PC ജോർജിൻ്റെ ഇഷ്യൂ, ലവ് ജിഹാദ് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇയാളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം അയാൾ എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത് രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ അയാൾ പറയുന്നത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ബഹിഷ്കരിക്കുക. എന്തൊരു രാജ്യത്ത് ക്രിമിനൽ കുറ്റമായൊരു കാര്യമാണ് അയാൾ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്നിച്ച ആളുകളോട് വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുക എന്നുള്ളത്. വോട്ട് ബഹിഷ്കരിക്കുക. അപ്പോൾ അന്വേഷിക്കും എന്തുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യുന്നില്ല. അന്നേരം പറയണം ഇവിടെ തീവ്രവാദമുള്ള സ്ഥലമാണെന്ന്. രണ്ടാമത് അയാൾ പറയുന്നത് മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഹിന്ദുക്കളും ക്രൈസ്തവരും ബഹിഷ്കരിക്കുക. പബ്ലിക്കലി പറയുകയാണ് ഇയാൾ. എന്നിട്ട് ഇയാൾ ഈ വീഡിയോയുടെ അവസാനം, അതാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, വീഡിയോയുടെ അവസാനം ഇയാളൊരു ഗൂഗിൾ പേ അക്കൗണ്ട് ഇത് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിലേക്ക് പൈസ അയച്ച് ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണമെന്ന്. അപ്പോൾ അയാളുടെ സ്വകാര്യമായൊരു കാര്യത്തിന് വേണ്ടി പോലും അയാൾ ഇവിടെ ചിലവാക്കുന്നത്, അയാൾക്ക് അരി മേടിക്കാൻ പൈസ ഉണ്ടാകാൻ വേണ്ടി അയാൾ ചിലവാക്കുന്നത് എന്താ? ഇസ്ലാം ഫോബിയാണ്. ഇത് പൊതുസമൂഹം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്യുക, ഇയാൾ പറഞ്ഞ മാത്യു സാമ്പൽ വലിയ പത്രപ്രവർത്തനമല്ലേ, തെഹൽക്കലുണ്ടായിരുന്ന ആളല്ലേ, അയാൾ മോശം പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുള്ളത് ഉൾക്കൊള്ളുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഇയാളുടെ താല്പര്യം എന്ന് പറയുന്നത് ഇയാൾക്ക് വെള്ളം കുടിക്കാനും അരി മേടിക്കാനും പൈസ ഉണ്ടാക്കൽ മാത്രമാണ്. അതുപോലും ഇവിടെ പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത്ര ഗുരുതരമായ ഒരവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാട് അനുഭവിക്കുന്നത്. ഞാൻ പുസ്തകത്തിലേക്ക് ഒന്നും കൂടി വരികയാണെങ്കിൽ എനിക്കതിൽ ഞാൻ വേറെ പുസ്തകങ്ങൾ കൂടി വായിച്ചപ്പോൾ നേരത്തെ വിശ്വാസത്തിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരു ഗ്ലോബലി ഈ 9/11 ശേഷം നടന്ന മുസ്ലിം അറസ്റ്റുകളുടെ ഒക്കെ ഭാഗമായിട്ട് ആളുകൾ ഈ ജയിലിൻ്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള കൾട്ടിവേഷൻ നടക്കുന്ന ഒരുപാട് എക്സാമ്പിൾ ലോകതലത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. ഇപ്പോൾ ഗോണ്ടനാമോൻ്റെ കേസിലായാലും ഈജിപ്തിലെ മറ്റേ റാബിയ അദവിയ ഇഖ്വാൻ ആ ഒരു സൈനിക അട്ടിമറിയുടെ ശേഷം ഉണ്ടായ അറസ്റ്റുകളിലായാലും ഒക്കെ തന്നെ ആളുകൾ എങ്ങനെയാണ് ഭയങ്കര അവരുടെ വിശ്വാസം കൊണ്ട് എക്സ്ട്രീമായിട്ടുള്ള ഇത്തരം ജീവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി കുറേ കാണാൻ കഴിയും. അതുപോലെ ഒരു സാധനമാണ് ഈ ജയിലിലെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റാസിഖാൻ്റെ പുസ്തകത്തിൽ 2 കേസ്, ഒന്ന് ഷിബിലി ഷാദുലിൻ്റെ കേസ്, അതുപോലെ തന്നെ റാസിഖാൻ്റെ തന്നെയും അബ്ദുറഹ്മാൻ സാഹിബിനെ സ്വപ്നം കാണുന്നത്. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങൾ അങ്ങനെ കാണാം. സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറേ അനുഭവങ്ങൾ ജയിലിൽ നിന്ന്. ഇപ്പോൾ ബ്ലാക്ക് വാറണ്ടിലും ഒരു മേജർ സംഗതി എന്ന് പറയുന്നത് മഖ്ബൂൽ ഭട്ടിനെ സ്വപ്നം കാണുന്ന അനുഭവങ്ങളാണ്. അത് പ്രധാനമാണ്. എനിക്ക് ഈ നമ്മൾ കേരളത്തിലെ ജയിലനുഭവങ്ങളിലൊക്കെ പൊതുവിൽ ഈ പറയും പോലെ വലിയ തീക്ഷ്ണമായ അനുഭവങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേസമയം നമ്മൾ കേരളത്തിന് പുറത്തുള്ള പല ജയിലുകളും, പ്രത്യേകിച്ച് ഈ അഹമ്മദാബാദ്, ഭോപ്പാൽ പോലെയുള്ള, ഭോപ്പാൽ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഹിന്ദുത്വ ടെറർ ലാബാണ് ശരിക്കും. ഈ മധ്യപ്രദേശ് എന്ന് പറയുന്ന പ്രദേശം തന്നെ അങ്ങനെയാണ്. അതിലിപ്പം ജയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ മുമ്പ് 8-9 സിമി പ്രവർത്തകരെ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നു എന്നൊരു ആരോപണം തന്നെ അവിടെയുണ്ട്. അപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിവെച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാനേക്കുളം കേസിൽ ഈ തടവർക്കാലത്തിൽ നമ്മൾ ഷമ്മാസിൻ്റെ അനുഭവം പറയുന്നുണ്ട്. പോലീസ് പറയുന്നുണ്ട് ഇറങ്ങി ഓടിക്കൊള്ളാൻ പറയുന്നുണ്ട്. അന്ന് നമ്മുടെ ആളുടെ ഒരു ബുദ്ധിക്ക് അയാളെ പോയില്ല, ഇറങ്ങി ഓടിയാൽ പിന്നെ സംഭവിക്കുക എന്താ, എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പിടിയില്ല എന്ന് പറയും, മറ്റൊരു കേസും കൂടെ ചാർജ് ചെയ്യും. അതിൽ നോർത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇത് ഒരു പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഒരു പ്രത്യേക പ്രദേശത്ത് കൊണ്ടുപോയി ഇറക്കി വിടുക, പിന്നിൽ നിന്ന് വെടിവെച്ചില്ല എന്നുള്ള. അപ്പം ടോർച്ചറിൻ്റെ ഒരു ഭീകരമായൊരവസ്ഥയാണ് ഈ ഭോപ്പാൽ ജയിലിലൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഷാദിലി പങ്കുവെച്ച അനുഭവമാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറയുന്നുണ്ട്, ജയിലിൽ ഇങ്ങനെ മർദ്ദനം വല്ലാണ്ടായി കഴിയുമ്പോൾ എന്തു ചെയ്യും, ബോധം കെട്ട് വീഴുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അത് ഇവർക്ക് മാത്രമല്ല, UAPA കേസിൽ കിടക്കുന്ന എല്ലാ മുസ്ലിം തടവുകാർക്കും ഇത്തരം മർദ്ദനങ്ങൾ അവിടെ സ്ഥിരമാണ്. അപ്പോൾ ഇങ്ങനെ ബോധം പോയി കഴിയുമ്പോഴാണ് സ്വപ്നത്തിൽ റസൂലുള്ള പ്രത്യക്ഷപ്പെടുക, അങ്ങനെ ആശ്വസിപ്പിക്കുക, തടയുക. അപ്പോൾ ഇത് ഒരാളുടെ എക്സ്പീരിയൻസ് അല്ല. UAPA കേസിൽ ഭോപ്പാൽ ജയിലിൽ കഴിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാത്ത ഒരാളും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി 2 ഇടി കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല, റസൂലുള്ളാഹിയെ സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് അതിന് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മ വരിക,
ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഉമർ സുലൈമാൻ്റെ ഒരു ഡ്രീമിങ് റസൂൽ വീഡിയോ അതിലും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അമേരിക്കയിലെ ആഫിയ സിദ്ദീഖി നബീനെ സ്വപ്നം കാണും. പിന്നെ സൈനബുൽ ഖസാലിൻ്റെ അതിലും നബീനെ സ്വപ്നം കാണും. പിന്നെ ഈ ഞാൻ കുറച്ച് മുമ്പ് വായിച്ചൊരു പുസ്തകത്തിൽ വലാ ഖസായി എന്ന് പറഞ്ഞിട്ട് ആമിർ ഖുറേഷി എന്ന് പറഞ്ഞ ഇവർ രണ്ടാളും എഴുതിയ ഫെയ്ത്ത് ഓഫ് മുസ്ലിം പ്രിസണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതിലും സ്വപ്നം എന്ന് പറയുന്ന ഭയങ്കര ഒരു ഇവരുടെ അള്ളാഹുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിലൊക്കെ പറയുന്നത്. ഭോപ്പാലിലെ മർദ്ദനത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പിന്നെ നേരിട്ട് കേട്ടതാണ്. നമ്മുടെ അൻസർ നദവിയുടെ ഉപ്പയിൽ നിന്ന്, റസാഖ് സാഹിബിൽ നിന്ന്. ഞാൻ റസാഖ് സാഹിബിനെ കാണാൻ വേണ്ടി പോയപ്പോഴും റസാഖ് സാഹിബ് പറഞ്ഞൊരു കഥ ഉണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ അൻസറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, അൻസർ നദവിയെ. അങ്ങനെ കാണാൻ പോയിട്ട് അവിടെ എത്തിയപ്പോൾ സലാം പറഞ്ഞിട്ട് മിണ്ടുന്നില്ല. എന്തോ ഒരു അബ്നോർമൽ അവസ്ഥ. ദീർഘദൂരം യാത്ര ചെയ്തിട്ട് അറിയാം ഭോപ്പാൽ പോകേണ്ട അവസ്ഥ. അങ്ങനെ കഷ്ടപ്പെട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് മോന് സലാം പറഞ്ഞിട്ട് മടക്കുന്നത്, മോനക്ക് തിരിയുന്നില്ല, വാപ്പിയെ തിരിയുന്നില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന് ഭയങ്കര അസ്വസ്ഥനും പോലും. അദ്ദേഹത്തിൻ്റെ പുതിയ ഭയങ്കര അസ്വസ്ഥയും ഒക്കെയാണ്. എന്തൊന്നാ തിരിയുന്നില്ല, വാപ്പി എന്തോ അസ്വസ്ഥ. പിന്നെ വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. പോയിട്ട് പിന്നെ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ ഉരുവിനെ ബലിയർത്തിട്ടാണ് തീർത്തത്. അതിന് ഭയങ്കരമായ വെച്ചാൽ അപ്പോൾ അത് മർദ്ദനത്തിൻ്റെ ഇതിൽ ആവുന്നേ മാനസിക നില തെറ്റുകയാണ്. ഞാൻ പറയുന്നത് ഈ റസാഖ് സാഹിബ് എന്നത് കേരളത്തിലെ ആ സ്വഭാവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കേരളത്തിലെ ഉപ്പമാർ മക്കളുടെ നീതിക്ക് വേണ്ടി യാത്ര ചെയ്ത് അവസാനം പോരാടി മരിച്ച അച്ഛന്മാർ, ഉപ്പമാർ എന്ന് പറയുന്നത് വേറൊരു ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പ്രാണേഷ് കുമാർ കേരളത്തിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തൊരു രക്ഷിതാവാണ്. ഒരുപക്ഷെ തൻ്റെ മകൻ ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ, വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ മരണപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദികൾ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ എതിരുള്ള സാക്ഷി. അവർക്ക് നിരന്തരമായി ഫൈറ്റ് ചെയ്ത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ പോരാട്ടം മുന്നോട്ട് കൊണ്ടിരിക്കുന്ന പ്രണേഷ്ക്കും പിന്നെ ഗോപിനാഥൻ പിള്ള. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നാൽ രാവിലെ വൈകുന്നേരം പിന്നെ ഇരുന്നാൽ ഇങ്ങനെ നമുക്ക് തീരുവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കാം. അദ്ദേഹത്തിൻ്റെ മരണം പോലും സംശയം പറയുന്ന ആളുകളുണ്ട്. ഒരു ലോറി ഇടിച്ചിട്ടാണ് മരിക്കുന്നത്. പക്ഷേ കേരളം ഇതുവരെ ആ അച്ഛനെ കുറിച്ച് രാജൻ്റെ അച്ഛൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇനി ഈശ്വരവാരി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇനി ഒരു ഈശ്വരവാരി ഉണ്ടാവരുതേ എന്ന് കേരളം ആഗ്രഹിച്ചിരുന്നു. സമാനമായ സ്വഭാവത്തിൽ തൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടി പോരാടി അവസാന മാമാർഗത്തിൽ രക്തസാക്ഷിയായ ഗോപിനാഥൻ പിള്ള കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. റസാഖ് സാഹിബ് 2 മക്കൾ അല്ലേ? അന്ന് ജയിലായിരുന്നു. 2 മക്കൾ. ആ മക്കൾക്ക് വേണ്ടിയിട്ട് പോയി ഉംറ കഴിഞ്ഞ് വന്ന് സംസം വെള്ളവും കരുതി തൻ്റെ മകന് കൊടുക്കാൻ വേണ്ടിയുള്ള യാത്രയുടെ പോക്കിൽ റെയിൽവേ സ്റ്റേഷനിലാണ് തളർന്നു വീണ് മരിക്കുന്നത്. ആ പോരാട്ട വഴിയിൽ മരിച്ച റസാഖ് സാഹിബ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഷിബ്ലി ഷാദിയുടെ ഉപ്പ ദീർഘമായി എത്ര വർഷക്കാലമായ കേസുമായി നടക്കുകയാണ്. ഇവിടുന്ന് അത്തരം പിതാക്കന്മാരെ കുറച്ചും കൂടി കേരളം ചർച്ച ചെയ്യുകയും പിന്നെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട ചരിത്രം കൂടിയാണ്. ശരിക്കും ഗോപിനാഥൻ പിള്ളയും റസാഖ് സാഹിബിനെയൊക്കെ വേണ്ട വിധം സമൂഹം മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഈ ഈശ്വരവാര്യർ പറയുന്നത് പോലെ എവിടെയും ഒരു ഗോപിനാഥൻ പിള്ളയും റസാഖ് സാഹിബും ഒന്നുമില്ല. ഒരു 10-15 വർഷം ഇങ്ങനെ കോടതി വരാന്തയിലൂടെ ഇപ്പോൾ ഈ വിയ്യൂർ ജയിലിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഇൻ്റർവ്യൂ കൂട്ടിലിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഈ മറ്റ് തടവുകാർ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അകലേന്ന് നല്ല ഉയരമുള്ള മനുഷ്യനാണ് റസാഖ് സാഹിബ്. അകലേന്ന് ഇങ്ങനെ കൊടയും പിടിച്ച് വരുന്ന റസാഖ് സാഹിബിനെ കാണുമ്പോൾ ഇത് എത്ര വർഷമായി മനുഷ്യൻ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഭയങ്കരമായ അതങ്ങനെ ചെറിയ ചർച്ചയായിട്ടില്ല. എത്ര കാലമാണ് അവർ ഈ കേരളത്തിലല്ലല്ലോ പോകുന്നത്, കേരളത്തിന് പുറത്തു പോയി നടന്ന് കേസ് നടത്തി. നമുക്ക് പിന്നെ ഗോപിനാഥൻ പിള്ളി നമ്മൾ വലിയ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയോടാണ് ഏറ്റുമുട്ടി ഓരോ പേപ്പറും നന്നായി പിന്നെ വിവരേണ്ട ആവശ്യത്തിലും ഓരോ പേപ്പറിനെ കുറിച്ചും കേസിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെ മുന്നോട്ട് പോയി മരിച്ചുപോയ മനുഷ്യന്മാർ. എനിക്കൊന്ന് അതിൽ അത്തരം പേരുകളുടെ കൂടെ ആടേണ്ട ഒരു പേരാണ് റൈഹാന സിദ്ദീഖിൻ്റെ തോന്നുന്നു. സിദ്ദീഖാപ്പൻ്റെ വൈഫേ ഒരു സാധാരണ വീട്ടുകാരിയായി നിന്നിട്ട് അവരൊരു വലിയ പോരാളിയായിട്ട് പെണ്ണ് മാറുകയല്ലേ, തൻ്റെ ഭർത്താവിൻ്റെ മോചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഫൈറ്റ് ചെയ്തതിൽ. അപ്പോൾ റൈഹാനത്തെയും എനിക്ക് തോന്നുന്നു അതിൽ ഒരു ഇങ്ങനെ ഈ നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ട ഒരു പേരാണ് ശരിക്കും.
അല്ല, കേരളത്തിൽ എനിക്ക് തോന്നുന്നത് തടവുകാരുടെ പിതാക്കന്മാർ, ഭാര്യമാർ ഒക്കെ ഏതോ അർത്ഥത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ടാവും. കാരണം അവർക്ക് മുമ്പിൽ വേറെ രക്ഷയില്ല. ഇപ്പോൾ ഒന്നും അറിയാത്ത, ഇതിനെ കേസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ പോലും എന്തൊക്കെയോ കേസിനെ കുറിച്ച് അറിയാൻ നിർബന്ധമായിരിക്കുന്നു. വേറെ അവർക്ക് വേണ്ടി പോവില്ല, ജാമ്യത്തിന് വേണ്ടി പോലീസിനോട് കോടതിയിൽ ആവശ്യങ്ങൾ, ഇങ്ങനെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കണ്ണൂർ ഷമീറിൻ്റെ ജ്യേഷ്ഠൻ ഷഹീർ ആ അർത്ഥത്തിൽ ആണല്ലോ. അങ്ങനെ ആവേണ്ടി വരുന്നൊരവസ്ഥയിലാണ് ഉണ്ടാവുക ഈ തടവുകാരുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഈ പുസ്തകത്തിലേക്ക് തന്നെ വന്നാൽ ഒരു ഒരു വലിയൊരു പ്രതിരോധം തീർക്കലായിരുന്നു ഈ പുസ്തകം എഴുത്തെന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന തടവറയിൽ കിടക്കുന്ന പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ അവരുടെ അനുഭവം എവിടെയും എഴുതപ്പെട്ടിട്ടില്ല നാളിതുവരെ. അപ്പോൾ അത്തരമൊരു എഴുത്തെന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന മനുഷ്യന്മാരുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ആ എഴുത്തെന്ന് പറയുന്നത്. കാരണം ഒരാളുടെ തുറന്നു പറച്ചിലെന്ന് പറയുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങൾക്ക് മുഴുവൻ ശരിക്കും ഒരു വെല്ലുവിളിയാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർ മറച്ചു പിടിക്കാൻ ആഗ്രഹിച്ച പലതുമാണ് പുറത്തു വരുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ജയിലിൽ കഴിയുന്നവരും അവരുടെ കുടുംബങ്ങളൊക്കെ ഇത്തരം എഴുത്തുകൾ വളരെ സജീവമായി എഴുതി വരുമ്പോഴാണ് ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുന്നത് തോന്നുന്നത്. എനിക്ക് ഇപ്പം ബാബുരാജ് ഭഗവതി പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട് ഈ വിഷയത്തിൽ, തടവർക്കാലവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞത് ജയിലിൽ പോകുന്നവർക്കുള്ള കൈപ്പുസ്തകം മാത്രമല്ല, ജയിലിൽ പോകാതിരിക്കാനുള്ള ഒരു പിന്നെ പരിശീലനവും കൂടെ ഈ പുസ്തകം വഴി നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഈ നിലയ്ക്ക് ആ പുസ്തകം അങ്ങനെ കേരളം ഏറ്റെടുത്തുണ്ടാകും ചുരുങ്ങിയ ഒരു മാസം കൊണ്ട്. രണ്ടാമത് ഇതിലേക്ക് വന്നത്. അതെ. അപ്പോൾ ഈ തടവറേൻ്റെ ഒരു അവസ്ഥയെ പറ്റിയിട്ട് പല വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാമൂഹിക സാഹചര്യം, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം, അവരുടെ അതിൻ്റെ ഉള്ളിലുള്ള സോഷ്യൽ ആക്ടിവിസങ്ങൾ, അതിൻ്റെ പുറത്ത് ചെയ്യുന്ന ആക്ടിവിസങ്ങൾ, അങ്ങനെ പലതരത്തിൽ അതിൻ്റെ വിശ്വാസമാവുന്ന ഘടകം, അതിൻ്റെ സ്വപ്നം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം. സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇബ്നു സീനാൻ്റെ ഒരു ഫിലോസഫിക്കൽ തോട്ട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇബ്നു സീന ഹംദാനിലെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഒരു മനുഷ്യന് ഇങ്ങനത്തെയുള്ള തീവ്രമായ ഒറ്റപ്പെടലുകളിൽ, ഐസൊലേഷൻ, കൺഫൈൻമെൻറ്റുകളിൽ, ഈ അണ്ടാസെല്ലൊക്കെ പോലെയുള്ള അവസ്ഥകളിൽ എന്താണ് ശരിക്കും മനുഷ്യന് സംഭവിക്കുന്നത്? അതായത് ഒരു മനുഷ്യന് സെൻസ് ഇല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു തടവറയിൽ വെച്ചിട്ട് അദ്ദേഹം ചോദിക്കുക, പിന്നെ തൊടാനൊന്നുമില്ല, കേൾക്കാനും ഒന്നുമില്ല, കാണാൻ ഇരുട്ട് മാത്രമാണ്, കാഴ്ചകളൊന്നുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള സെൻസുകളും ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ഈ ഒരു തടവറ എന്ന് പറയുന്നത്. എനിക്ക് ഷാദുലിൻ്റെ അനുഭവങ്ങൾ ആ പുസ്തകത്തിൽ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഗതിയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ആ സമയത്ത് എന്താണ് മനുഷ്യന് സംഭവിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുക, ആ സമയത്ത് മനുഷ്യൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ ഉള്ള കണക്ഷൻ മെല്ലെ മെല്ലെ വിച്ഛേദിക്കപ്പെടുന്നു. എന്നിട്ട് ആ ആത്മാവ് അള്ളാഹുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത്. അതാണ് പിന്നെ എനിക്ക് ഈ ഒരു സ്വപ്നങ്ങളും ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരു സംഗതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് തോന്നിയത്. അങ്ങനെ ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ, ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന അർത്ഥത്തിൽ, അങ്ങനെ തടവറയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് തടവറക്കാലം. പുസ്തകം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ഈ ഒരു ജയിൽ, ഇപ്പോൾ സാദിഖ് സാഹിബ് പറഞ്ഞ പോലെ ജയിൽ എന്ന് പറയുന്നത് തന്നെ അത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിസത്തിൻ്റെ ഒരു മേഖലയായിട്ട് നമ്മൾ പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ചർച്ചയിൽ മൊത്തത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.